ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. വെള്ളാപ്പള്ളിക്ക് ഇന്നും ശ്വാസം മുട്ടി. പക്ഷെ മലപ്പുറത്തല്ല, ശിവഗിരി തീർത്ഥാടനത്തിന്റെ ഭാഗമായുള്ള പരിപാടിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ അങ്ങ് തലസ്ഥാനത്തായിരുന്നു വെള്ളാപ്പള്ളിയുടെ ഇന്നത്തെ ശ്വാസം മുട്ടൽ. വെള്ളാപ്പള്ളിക്ക് പിണറായി കുടപിടിച്ചതാണ് തദ്ദേശ തിരിച്ചടിക്ക് കാരണമെന്ന CPI വിലയിരുത്തലാണ് അദ്ദേഹത്തെ ചൊടിപ്പിച്ചത്. മലപ്പുറത്തെ 10 വർഷം മുൻപത്തെ അവഗണന സ്മരിച്ച വെള്ളാപ്പള്ളിക്ക് പിണറായിയുടെ 10 വർഷത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചെടിച്ചു. UDFന്റെ ഐശ്വര്യമായി വർത്തിച്ച വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയതടക്കം ന്യൂനപക്ഷങ്ങളെ അകറ്റിയ പിണറായിയുടെ ചെയ്തികൾ തിരിച്ചടിയായെന്നാണ് CPIയുടെ വിലയിരുത്തൽ. വെള്ളാപ്പള്ളി പിണറായിക്ക് വേണ്ടിയോ അതോ പിണറായി വെള്ളാപ്പള്ളിക്ക് വേണ്ടിയോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിലുള്ള ആ കൂട്ടുകെട്ട് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിച്ചു എന്ന് CPI പറയുന്നത് വെള്ളാപ്പള്ളി വിഷയമേ അല്ലെന്ന പിണറായിയുടെ പരസ്യ പ്രതികരണത്തിന് പിന്നാലെയാണ്. പിണറായിയുടെ നാവെന്ന മട്ടിൽ CPIയെ ചതിയൻ ചന്തു എന്നാണ് ഇന്ന് വെള്ളാപ്പള്ളി വിളിച്ചത്. വഴിയെ പോയ പ്രായമായ ആളെ വാഹനത്തിൽ കയറ്റിയ മുഖ്യമന്ത്രിയുടെ വലിയ മനസ്സിന് ഇന്നും വെള്ളാപ്പള്ളി മുഷ്ടി ചുരുട്ടി സിന്ദാബാദ് വിളിച്ചിട്ടുണ്ട്. പാർട്ടിയിലും മുന്നണിയിലും നടക്കുന്ന പിണറായി വിജയന്റെ ഏകാധിപത്യത്തെ വിമർശിച്ച CPI തദ്ദേശത്തിലെ തോൽവിയെ പരസ്യമായി സമ്മതിക്കുന്നുണ്ട്. ഞങ്ങൾ വീണാൽ വീണുവെന്ന് പറയുമെന്ന് ബിനോ വിശ്വം പറഞ്ഞത് ഇല്ല തോറ്റിട്ടില്ല എന്ന് ഇപ്പോഴും ആവർത്തിക്കുന്നവരോടാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് വെള്ളാപ്പള്ളിയെ കൂട്ടുപിടിച്ചാണോ പിണറായി വോട്ട് പിടിക്കാനിറങ്ങുന്നതെന്ന ചോദ്യമുയരുന്നത് സ്വന്തം മുന്നണിയിൽ നിന്നാണ്. ആരാണ് ചതിയൻ ചന്തു എന്നതാണ് ചോദ്യം. ഇടത് സഹയാത്രികൻ റെജി ലൂക്കോസ്, N. ശ്രീകുമാർ രാഷ്ട്രീയ നിരീക്ഷകൻ, കോൺഗ്രസ് സഹയാത്രികൻ ഡോക്ടർ MN കാരശ്ശേരി രാഷ്ട്രീയ നിരീക്ഷകൻ, ഒപ്പം തന്നെ ലീഗിൽ നിന്നും നമ്മോടൊപ്പം പങ്കെടുക്കുന്നത് അഡ്വക്കേറ്റ് ഷിബു മീരാനാണ്. ആദ്യം ഞാൻ ഇടത് സഹയാത്രികയിലേക്ക് പോകുന്നു. ശ്രീ റെജി ലൂക്കോസ്, CPIയുടെ റിപ്പോർട്ട്, CPIയുടെ പ്രതികരണങ്ങൾ, CPIയുടെ റിപ്പോർട്ടിൽ തോൽവിക്ക് കാരണം തന്നെ ഭരണവിരുദ്ധ വികാരം എന്ന വിലയിരുത്തലാണ്. അതുകൂടാതെ CPMന്റെ ഏകാധിപത്യം എന്ന് പറയുമ്പോൾ അതിൽ പിണറായി വിജയന്റെ ഏകാധിപത്യം, ഒരു കാര്യങ്ങളും മുന്നണിയിൽ തീരുമാനിക്കാതെ അല്ലെങ്കിൽ പാർട്ടിയോട് ആലോചിക്കാതെ മുഖ്യമന്ത്രി ഒറ്റയ്ക്കെടുക്കുന്ന തീരുമാനങ്ങൾ പരാജയത്തിലേക്ക് നയിച്ചിരിക്കുന്നു. അതിലും ഏറ്റവും പ്രധാനം ഈ പറഞ്ഞ വെള്ളാപ്പള്ളിയെ വാഹനത്തിൽ കയറ്റിയതാണ്. ഔദ്യോഗിക വാഹനത്തിൽ കാറിൽ കയറ്റി കൊണ്ടുപോകുന്നു. വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രസംഗങ്ങൾക്ക് എവിടെയും ഒരു തടസ്സമില്ലാത്ത രീതിയിൽ ആ പ്രസംഗങ്ങൾ തുടരാൻ അനുവദിക്കുന്നു. എവിടെയും ഒരു വിമർശനം പോലും പിണറായി വിജയന്റെ ഭാഗത്തുണ്ടായിട്ടില്ല. അത് ന്യൂനപക്ഷങ്ങളെ അകറ്റിയെന്ന CPI വിലയിരുത്തിനെ എങ്ങനെ കാണുന്നു എന്നതിൽ തുടങ്ങാം. ശ്രീ റെജി ലൂക്കോസ്. സ്മൃതി, ഇതിനെ രണ്ട് രീതിയിൽ വേണം കാണാനായിട്ട്. ഒന്ന്, CPI എന്ന് പറഞ്ഞ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഈ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ ഐക്യത്തെ മറന്നുകൊണ്ട് പലതവണ അവർ വായിൽ വരുന്നതെല്ലാം കോതയ്ക്ക് പാട്ടെന്നുള്ള രീതിയിൽ, അത് ഞങ്ങളുടെ കോട്ടയം ഭാഷയാണ്, വിളിച്ചു കൂവുന്നത് ശരിയല്ലെന്നുള്ള ഒരു നിലപാട് പൊതുവെ ഇടതുപക്ഷ പ്രവർത്തകർക്കും ഇടതുപക്ഷ മുന്നണിക്കുമുണ്ട്. നിർണായക ഘട്ടങ്ങളിൽ തങ്ങളെല്ലാം നീതിമാന്മാരാണ്, ഭരണത്തിൻ്റെ കൂടെ ഇരുന്നുകൊണ്ട് തന്നെ തങ്ങളാണ് ഏറ്റവും വിശുദ്ധന്മാർ, ബാക്കിയെല്ലാം തെറ്റുകാരാണെന്നുള്ള രീതിയിലുള്ള ഈ പരസ്യമായിട്ടുള്ള ഇത്തരം നിലപാടുകളോട് ഒരിക്കലും യോജിക്കാൻ പറ്റത്തില്ല. അവർക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഒരു മുന്നണി മര്യാദ അനുസരിച്ച് LDF കൂടുമ്പോൾ അവിടെ പറയാം, തിരുത്താനുള്ള കാര്യങ്ങളെക്കുറിച്ച് അവർ ചർച്ച ചെയ്യാം. അത് കേട്ട് സഹിഷ്ണുതയോടുകൂടി ആവശ്യമായ നടപടികളെടുക്കുന്ന ഒരു പ്രസ്ഥാനമാണ് LDF, പ്രത്യേകിച്ച് CPM പോലുള്ള കക്ഷികൾ. പക്ഷെ മുന്നണിയിൽ ആലോചിക്കുന്നില്ല കാര്യങ്ങൾ എന്നതാണ് CPIയുടെ വിമർശനം. ശ്രീ റെജി ലൂക്കോസ്, അത് തെറ്റായ ഒരു വിമർശനമാണ്. കാരണം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ ആലോചിക്കാതെ കണ്ട് എന്തെങ്കിലും കാര്യം നടത്തുന്നുണ്ടെങ്കിൽ മറ്റു ഘടകകക്ഷികൾക്കൊന്നും ഒരു എതിർപ്പില്ലല്ലോ. കേരള കോൺഗ്രസ്, പിന്നെ മാണി ഗ്രൂപ്പ്, അതുപോലെ തന്നെ മറ്റെന്തെല്ലാം എത്രയോ ഘടകകക്ഷികൾ ഈ പാർട്ടിക്കുണ്ട്, അല്ലെങ്കിൽ ഈ മുന്നണിക്കുണ്ട്. അവരാരെങ്കിലും ഞങ്ങളോട് ആലോചിക്കുന്നില്ല, അതൊരു പരിഭവമായിട്ട്. മുന്നണിയിലെ രണ്ടാമത്തെ പ്രസ്ഥാനമാണ് കക്ഷിയാണ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. PMCയുടെ കാര്യത്തിലടക്കം അതിലാണല്ലോ പരസ്യ പ്രതികരണമായി ആദ്യം വന്നത്. ഞാൻ അതിലേക്ക് തന്നെ വരുന്നത്. PM3 പദ്ധതി ഒരു പ്രാദേശിക തെരഞ്ഞെടുപ്പിന്റെ വക്കിൽ വന്നപ്പോൾ അതിലെ എന്താ പറയുക, ഒരിക്കലും ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിൽ വളരെ എന്താ പറയുക, ഏറ്റവും കൂടുതൽ അവർ മുഖ്യമന്ത്രി പിണറായി വിജയനെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് അവരുടെ നിലപാട് ജനങ്ങളിൽ ഒരുപാട് സംശയങ്ങൾ ഉളവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ PM ഉഷ എന്ന് പറഞ്ഞൊരു പദ്ധതി, ഇതിൻ്റെ മറ്റൊരു ബൈ പ്രോഡക്റ്റാണ് കേന്ദ്ര സർക്കാരിൻ്റെ. അത് ഒപ്പിട്ട് അതിൻ്റെ സാമ്പത്തിക എന്താ പറയുക ഹെൽപ്പുകൾ കാർഷിക സർവകലാശാല ഉൾപ്പെടെയൊക്കെയുള്ള അതിന് ഏറ്റുവാങ്ങിയിട്ട് മറ്റൊരു വേർഷനായ PM3യുടെ ഒപ്പിട്ട് വന്നപ്പോഴത്തേക്കും തങ്ങളോട് ആലോചിച്ചില്ല എന്ന് പറഞ്ഞത് അത് അവരുടെ ഇരട്ടത്താപ്പാണ്. തന്നെയുമല്ല, ജനങ്ങളെ അഭിമുഖീകരിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പിന് മുമ്പ് വെച്ച് അവരിങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അങ്ങനെ ഒരു അസംതൃപ്തി അവർക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അസംതൃപ്തി പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യം എല്ലാ ഘടകകക്ഷികളുണ്ട്. അവർ LDFിൽ വേണം പറയാനായിട്ട്. പിന്നെ രണ്ടാമത് സ്മൃതി എന്നോട് ചോദിച്ചു വെള്ളാപ്പള്ളി നടേശൻ,
വെള്ളാപ്പള്ളി നടേശന്റെ എന്ന് പറഞ്ഞൊരു വ്യക്തിയുടെ വായിക്ക് സിബിടാനോ പൂട്ടിടാനോ കേരളത്തിലെ മുഖ്യമന്ത്രിക്കോ ഇടതുപക്ഷത്തിനോ സാധിക്കും. ഇപ്പൊ ഞാനും പങ്കെടുക്കുന്നവരുടെ നിങ്ങൾ ഇങ്ങനെ സംസാരിക്കുന്നവരും അങ്ങനെയല്ലല്ലോ അല്ലല്ല. നമുക്ക് നന്നായി പ്രതികരിച്ചെന്ന പിണറായി വിജയനെ നമുക്കറിയാമെന്നേ. കേരള തുഗാഡിയ എന്ന വെള്ളാപ്പള്ളിയെ വിളിച്ചത് പിണറായി വിജയനാണെന്ന് പാർട്ടി സെക്രട്ടറിയാണ് അല്ലെ. ഇപ്പോൾ ഇന്ന് മുഖ്യമന്ത്രിയാണ്, കൂടുതൽ ഉത്തരവാദിത്തമാണ്. വർഗീയ പ്രസംഗങ്ങൾ നടത്തുന്ന BJP-യിലെ നേതാക്കൾക്കെതിരെ, RSS-ലെ നേതാക്കൾക്കെതിരെയൊക്കെ പല ഘട്ടങ്ങളും പ്രതികരിച്ചിട്ടുണ്ട്. ഇപ്പോൾ അല്ലാതെ കേൾക്കാറില്ല, എന്നാലും മുമ്പ് നന്നായി പ്രതികരിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ എന്താണ് ഇപ്പോൾ തടസ്സം? എന്താണ്? വെള്ളാപ്പള്ളി തിരിച്ചാണെങ്കിൽ പിണറായി വിജയൻ ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ടേയിരിക്കുന്നു. മാത്രമല്ല, ഈ വർഗീയ പ്രസംഗങ്ങൾക്ക് ശേഷം വെള്ളാപ്പള്ളി എങ്ങനെയാണ് പുകഴ്ത്തി അദ്ദേഹം പ്രതികരിച്ചത്? ഏറ്റവും ഒടുവിലെ വാർത്താ സമ്മേളനത്തിൽ വെള്ളാപ്പള്ളിയെ കാറിൽ കയറ്റിയതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ അങ്ങേക്ക് ദഹിക്കുന്നതാണോ? പ്രായമായ ആളുകളെ മുഴുവൻ അദ്ദേഹത്തിന്റെ ഔദ്യോഗികത്തിൽ കയറ്റുമോ? അല്ല, വെള്ളാപ്പള്ളി നടേശന്റെ കടുത്ത വർഗീയതയും സമൂഹത്തിൽ വർഗീയ വിഷം തുപ്പി കേരളത്തിലെ ഒരു വിഭാഗപ്പെട്ട ജനങ്ങളെയും ഒരു ജില്ലയും അധിക്ഷേപിച്ചതിനെ കുറിച്ച് തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ കഴിഞ്ഞതിന്റെ അന്ന് ഞാനൊരു പോസ്റ്റ് ഇട്ടു. അത് അത്യാവശ്യം ആൾക്കാർ കണ്ടതാ. എനിക്കതിനകത്ത് യാതൊരു മടിയില്ല. കാരണം വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു പച്ചയ്ക്ക് വിഷം തുപ്പുന്ന ഒരു വർഗീയവാദിയാണെന്ന് പറയുന്നതിനകത്ത് യാതൊരു മടിയില്ല. അതിനകത്ത് ഒരു കീഴ്വഴക്കവും ഞാൻ നോക്കത്തില്ല, ഞങ്ങളെപ്പോഴും നോക്കത്തില്ല. ഗ്രാസ് റൂട്ട് ലെവലിലേക്ക് പോയ ആളുകളോട് സംസാരിച്ച് ജാതി മത ഭേദമന്യേ ഈ മനുഷ്യൻ പരിഷ്കൃത കേരളത്തിൽ അപമാനമായിട്ട് നാട് നീളെ ഈ വർഗീയത പറഞ്ഞ ആൾക്കാരാണെന്നുള്ളത് നിങ്ങൾ 100 പേരോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 100% ആൾക്കാർ അത് തന്നെ പറയുള്ളൂ. എതിരഭിപ്രായം വരുന്നത് അങ്ങ് പറഞ്ഞതും ഈ പറയുന്ന 100% ഈ അഭിപ്രായമാണെങ്കിൽ ആ അഭിപ്രായം തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമല്ലോ. 90% 100% ആൾക്കാർ എങ്ങനെയാണ് 100% സൗജന്യം അദ്ദേഹത്തിന് കൊടുക്കണ്ട. പക്ഷെ ഞാനീ പറഞ്ഞു അതല്ല. അല്ല സ്മൃതി, ഞാൻ പറഞ്ഞത് ഞാൻ പൂർത്തീകരിച്ചെങ്കിൽ അത് മനസ്സിലാകത്തുള്ളൂ. അതായത് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറഞ്ഞ SNDP ജനറൽ സെക്രട്ടറി ഒരു പദവിയുണ്ട്, അതിനെ ഞങ്ങൾ മാനിക്കുന്നുണ്ട്. അത് അക്കസൽ ആയിരുന്നാലും അത് കേരളം എല്ലായിടത്തും അങ്ങനെയാണ്. പക്ഷെ വെള്ളാപ്പള്ളി നടേശനോട് നാളെ മുതൽ സംസാരിക്കാൻ പാടില്ല എന്ന് പറയാൻ ഞങ്ങൾക്ക് തന്നെ അധികാരമുള്ളത്? നിങ്ങൾക്ക് ആർക്കെങ്കിലും അധികാരമുണ്ടോ? വെള്ളാപ്പള്ളി നടേശനോട് രാവിലെ മുതൽ ഞങ്ങളോട് ചോദിച്ചിട്ട് സംസാരിക്കുള്ളൂ. അതായത് ഒരു സ്വതന്ത്ര വ്യക്തിയാണ്, ഒരു പ്രസ്ഥാനത്തിന്റെ മുകളിലിരിക്കുന്ന ആളാ. വർഗീയ നാവ് അകത്തേക്കിടണമെന്ന വിമർശനം പറയാൻ എന്താണ് തടസ്സം? അല്ല, വെള്ളാപ്പള്ളി നടേശനോട് അദ്ദേഹത്തിന് മലപ്പുറത്ത് അദ്ദേഹം ഒരു വിദ്വേഷ പ്രസംഗം കഴിഞ്ഞതിന്റെ 4ാമത്തെ ദിവസം ആലപ്പുഴ കടപ്പുറത്ത് അദ്ദേഹത്തിന് 30ാമത്തെ SNDP ജനറൽ സെക്രട്ടറി എന്നുള്ള പദവിയിൽ ഇരുന്നുകൊണ്ട് 30ാമത്തെ വാർഷികത്തിന് കേരളത്തിലെ സമൂഹത്തിൽ എന്താ പറയുക, സാമൂഹിക മേഖലകളിലും രാഷ്ട്രീയ മേഖലയിലുള്ള എല്ലാവരും കൂടി സംയുക്തമായിട്ട് നൽകിയ സ്വീകരണത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങൾ ആരും അത് പറയാറില്ല, മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തെ നോക്കിക്കൊണ്ട് പറയുന്നു, വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിക്കണം, സമൂഹത്തിന് ബുദ്ധിമുട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കരുതെന്ന് അദ്ദേഹം തുറന്നു പറഞ്ഞു. അതല്ലാതെ ഈ മനുഷ്യനോട് നേരം പെടുത്താൻ ഫോൺ ചെയ്തിട്ട് മിസ്റ്റർ വെള്ളാപ്പള്ളി ശ്രീനാരായണ ഗുരുവിന്റെ പാതയിൽ അക്കാര്യങ്ങൾ നടപ്പാക്കുന്ന അല്ലേ, ശ്രീനാരായണ ഗുരുവിന്റെ പിൻഗാമി. ഞാൻ പറഞ്ഞല്ലോ, ഒരു മനുഷ്യനെ അദ്ദേഹത്തിന്റെ പദവിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന് ആദരിക്കുമ്പോൾ നമ്മളൊക്കെ നമ്മുടെയൊക്കെ സാംസ്കാരിക അടിത്തറയിൽ നിന്നുകൊണ്ട് മാന്യമായ രീതിയിൽ സംഭാവന ചെയ്യും. മുഖ്യമന്ത്രിയെ കുറ്റപ്പെടുത്തുന്നത് അവിടെ പാടില്ലായിരുന്നു എന്നാണല്ലോ അന്ന് കേരളം പറഞ്ഞത്. ഒറ്റ ഉദാഹരണം പോകരുത് എന്നാണല്ലോ കേരളം പറഞ്ഞത്. അല്ല സ്മൃതി, അങ്ങനെ കേരളമൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. കേരളത്തിലെ ഏതെങ്കിലും ഒരു സമുദായത്തിന്റെ തലപ്പത്തിരിക്കുന്ന ആ വ്യക്തി, ആ സ്ഥാനത്തിനെ ഞങ്ങൾ മാനിക്കുന്നത്. അങ്ങനെയൊന്നും പറയുന്നത് ആ രീതിയിലുള്ള നിർവചനത്തിലേക്ക് ഒന്നും പോരുത്. ഇന്നൊരു സംഭവം ഉണ്ടായി. റിപ്പോർട്ടർ ചാനലിന്റെ പ്രതിനിധി അദ്ദേഹത്തിന്റെ വായ അടപ്പിച്ചു. എന്താ ചോദിച്ചേ? മലപ്പുറത്തെ കുറിച്ച് ചോദിച്ചു. മലപ്പുറത്ത് ഒന്നുമില്ല. ഈ മലപ്പുറം എന്ന് പറഞ്ഞാൽ എന്താ, വല്ല സോമാലിയാണോ? മലപ്പുറംകാരെ അവമാനിക്കുന്നില്ല. ഞാനൊക്കെ എത്ര ശക്തമായിട്ട് പ്രതികരിച്ചിട്ടുണ്ട്. ഉടനെ അങ്ങനെ പറയുന്നത് അവിടേക്ക് സ്കൂളൊന്നുമില്ല. അപ്പൊ ചോദിക്കും സ്ഥലമില്ല. സ്ഥലമുണ്ട്, പിന്നെന്താ സർക്കാർ അനുമതി നൽകുന്നില്ല. അപ്പോൾ ആ മാധ്യമപ്രവർത്തനം ചോദിച്ചെന്താ അറിയോ, 10-9 വർഷമായിട്ട് ഈ സർക്കാരിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളല്ലേ, നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് അനുമതി കിട്ടിയില്ല? ഉടനെ ആ മാധ്യമപ്രവർത്തകനെ വളരെ മോശമായ രീതി പ്രതികരിക്കുക, അദ്ദേഹത്തിനെ എടുത്ത് തള്ളുവൊക്കെയാണ് ഈ മനുഷ്യൻ ചെയ്യുന്നത്. അപ്പൊ അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നത് എന്തൊക്കെയോ ചെറിയ പ്രശ്നങ്ങളുണ്ട്. മനുഷ്യന്റെ മുമ്പിൽ താനാണ് ഏറ്റവും വലിയ ആള്, തന്റെ സമൂഹത്തിനെ താനാണ് നയിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല, അതൊക്കെ ചുമ്മാ തോന്നുന്നു. റിപ്പോർട്ടർ ചാനലില് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ശ്വാസമുട്ടൽ നന്നായി പ്രതിഫലിച്ചു. കേട്ടില്ല, ഒന്നുകൂടെ ആവർത്തിക്കാം. മലപ്പുറത്തെ ശ്വാസമുട്ടലേ, വെള്ളാപ്പള്ളിയുടെ ശ്വാസമുട്ടൽ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നന്നായി പ്രതിഫലിച്ചു എന്ന് പറയായിരുന്നു.
അല്ല, അതൊക്കെ ജനങ്ങൾ വിധിയെടുത്തിട്ട് അതൊന്നും. പക്ഷെ വിധിയെഴുത്തിനെ കുറിച്ചാണ് CPI പറഞ്ഞത്. ശ്രീ റെജി ലൂക്കോസ് അതാണ് പറയുന്നത്. നിങ്ങൾ വിചാരിക്കുന്നു പിണറായി വിജയൻ വിചാരിക്കുന്നു. അല്ല, അങ്ങ് വിചാരിക്കുന്നില്ല. ശരി, അങ്ങ് വ്യത്യസ്ത ശബ്ദം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. ഞാൻ വിചാരിച്ചു പിണറായി വിജയന് അതേ നിലപാട് അങ്ങേക്കുണ്ടാകുമല്ലോ. പിണറായി വിജയൻ വിചാരിക്കുന്നു ഈ വെള്ളാപ്പള്ളി വഴി മുഴുവൻ ഈഴവ വോട്ടുകളും അങ്ങ് പോരുമെന്ന് വിചാരിച്ചു. അതിനുശേഷം അദ്ദേഹം നടത്തിയ പ്രസ്താവനകൾ എന്തൊക്കെയാണ്? എന്താണ് വെള്ളാപ്പള്ളി പറയുന്നത്? അല്ലെങ്കിൽ വെള്ളാപ്പള്ളി പറയുന്നത് പിണറായി വിജയന് വേണ്ടിയിട്ടാണോ? പിണറായി വിജയന് പറയാൻ പറ്റാത്ത കാര്യങ്ങൾ വെള്ളാപ്പള്ളി കൊണ്ട് പറയിക്കുകയാണോ എന്ന് വേണമെങ്കിൽ സംശയിക്കാവുന്ന രീതിയിലായിരുന്നു പല കാര്യങ്ങളും പറഞ്ഞിട്ടുള്ളത്. അതിനുശേഷം പിണറായി വിജയനും ന്യൂനപക്ഷ വിരുദ്ധമെന്ന് തോന്നിക്കാവുന്ന കാര്യങ്ങൾ അത് ജമാഅത്തെ ഇസ്ലാമി എന്നൊരു പ്രത്യേക കളത്തിലിട്ടുകൊണ്ട് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അത് കേരളം കേട്ടു, കേരളത്തിലെ ന്യൂനപക്ഷം കേട്ടു, ഭൂരിപക്ഷവും കേട്ടു. കഴിഞ്ഞ 6 പതിറ്റാണ്ടായിട്ടുള്ള ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന്റെ രാഷ്ട്രീയത്തിന്റെ ഇന്നലകളെ കുറിച്ച് സ്മൃതി പ്രത്യേകിച്ചൊന്നും ഒരു ഇന്റർപ്രഷൻ നടത്തി അതിനെ മാറ്റി ഒരു നരേഷൻ സൃഷ്ടിക്കാൻ ശ്രമിക്കേണ്ട. അദ്ദേഹം ഏതെങ്കിലും വിധത്തിൽ ഇത്തരം വർഗീയതയ്ക്ക് അനുകൂലമായിട്ട് സംസാരിച്ചാണ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? വർഗീയതയ്ക്ക് അനുകൂലമായി എന്ന് പറയില്ല. വർഗീയത എവിടെ കാണുന്നു എന്നിടത്താണ്. വർഗീയത ഇടയ്ക്കിടയ്ക്ക് മാറി കാണുന്നുണ്ട്. അതാണ് പ്രശ്നം. വർഗീയത ചില സമയത്ത് ന്യൂനപക്ഷത്ത് കാണും, ചില സമയത്ത് ഭൂരിപക്ഷത്ത് കാണും. അത് വോട്ട് കൂടുതലും കുറയുന്നതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും, അത്രയേ ഉള്ളൂ. ജമാഅത്തെ ഇസ്ലാമി ഒരു ഘട്ടത്തിൽ ഒരുമിച്ചായിരുന്നു. ജമാഅത്തെ ഇസ്ലാമി നല്ല നിലപാടുള്ള സംവിധാനമായിരുന്നു ഒരു ഘട്ടം വരെ. ആ നിലപാടുള്ള സംവിധാനത്തിന്റെ പരിപാടികളിൽ പങ്കെടുക്കാനും പരിപാടിയിൽ നേതാക്കൾ പങ്കെടുക്കുന്നു, ആ പരിപാടി അവർ പിന്തുണയ്ക്കുന്നതിനെ നന്ദിയോടെ സ്മരിക്കാനും ഒക്കെ ഒരു ഘട്ടം വരെ കഴിഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. അല്ല, അങ്ങനെയാണെന്നുള്ളത് നിങ്ങളോടൊരു കാര്യം പറയാം. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം വന്ന കേന്ദ്ര സർക്കാർ ഏതെല്ലാം കൂടിയിട്ടുള്ള ഐക്യമുന്നണിയായിരുന്നു. നമ്മൾ ഈ 90കളിലും 2000-ന്റെ തുടക്കത്തിലും ഒക്കെയുള്ള കാര്യങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തിനാണ് അത്ര പുറകിലേക്കൊക്കെ പോണത്? ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്ന വർഗീയ ഭീകര സംഘടന, ജനാധിപത്യത്തിൽ വിശ്വസിക്കാത്ത, മതരാഷ്ട്രം വേണമെന്ന് ആവശ്യം മാത്രം പറയുന്ന മൗദൂദിയുടെ ആ സംഘടനയെ ഇന്നുവരെ പരസ്യമായിട്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ കൂടെ കൂടിക്കൊണ്ട് ഒരു രാഷ്ട്രീയ മുന്നേറ്റം CPIM എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം LDF നടത്തിയിട്ടില്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ പരിപാടികളിൽ പറഞ്ഞ MV ഗോവിന്ദനും പങ്കെടുത്തിട്ടുണ്ട്. ജമാഅത്തെ ഇസ്ലാമി നല്ല നിലപാടുള്ള സംഘടനയാണ്, പ്രത്യേകിച്ച് ദേശീയ വിഷയങ്ങളിൽ നല്ല നിലപാടുള്ള സംഘടനയാണ് എന്ന് പറഞ്ഞത് പിണറായി വിജയനാണ്. അന്ന് അദ്ദേഹം പാർട്ടി സെക്രട്ടറിയാണ്. നമ്മളിത് പലതവണ പറഞ്ഞതായതുകൊണ്ട് ഞാൻ ബാക്കി അതിന്റെ ക്ലിപ്പിംഗ്സ് അതൊക്കെ ക്ലിപ്പിംഗ്സോ അതൊക്കെ പത്രവാർത്തകളാണ്. ക്ലിപ്പിംഗ്സും പത്രവാർത്തകളും കട്ടിങ്സും പടങ്ങളും ഒക്കെ എല്ലാ ചർച്ചകളിലും ഇടയ്ക്കിടയ്ക്ക് കാണിച്ചിട്ടാണ്. ഇന്ന് നമുക്ക് വെള്ളാപ്പള്ളിയുടെ ക്ലിപ്പിംഗ് ആണ് കേട്ടോ, സമയമില്ലാത്തതുകൊണ്ടാണ്. അഡ്വക്കേറ്റ് ഷിബു മീരാൻ അല്ല, ആധികാരികമായിട്ട് തന്നെയാണ് പല ചർച്ചകളിലും അത് കാണിച്ചിട്ടുള്ളത്. ഇന്നത്തെ ചർച്ച വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട് കൂടിയാണ്. എനിക്കിപ്പോ സമയമില്ലാത്തതുകൊണ്ടാണ്. അല്ലല്ല, നൂറ്റാണ്ടിനപ്പുറം ഒന്നുമല്ല. പാർട്ടി മുഖപത്രത്തിലെ മുഖപ്രസംഗമടക്കമുള്ള കാര്യങ്ങൾ പലതവണ ആവർത്തിച്ചതാണ് ശ്രീ റെജി ലൂക്കോസ്. അങ്ങ് ചിലപ്പോൾ ആ ചർച്ചയിൽ ഇല്ലാത്തതുകൊണ്ടായിരിക്കാം. ഇതിപ്പോ ഇത് നടാടെ കേൾക്കുന്നതായിട്ട് ഇങ്ങനെ അങ്ങ് പറയാം. എന്ത് കള്ളത്തരം? കേസ് കൊടുക്കാതെ കള്ളത്തരാണ്. കേസ് കൊടുക്കട്ടെ. അല്ലെങ്കിൽ നിങ്ങൾ കാണിക്കൂ സിമ്പിൾ ആയിട്ട് ഈ ചർച്ചയിലിരുന്ന് ഞാൻ അങ്ങേക്ക് അയച്ചുതരാം, വാട്സ്ആപ്പ് ചെയ്തരാം കേട്ടോ. അങ്ങേക്ക് വാട്സ്ആപ്പ് ചെയ്തരാം, എനിക്ക് സമയമില്ല. അങ്ങേക്ക് വാട്സ്ആപ്പ് ചെയ്തരാന്നേ. അങ്ങ് ക്ഷമിക്കൂ. അങ്ങേക്ക് ഈ ബ്രേക്കിനിടയ്ക്ക് ഞാൻ വാട്സ്ആപ്പ് ചെയ്തരാം. ബ്രേക്കിനിടയ്ക്ക് വാട്സ്ആപ്പ് ചെയ്തരാം. ഒന്ന് ക്ഷമിക്കൂ. ബ്രേക്കിനടുത്ത് വാട്സ്ആപ്പ് ചെയ്തരാം. അഡ്വക്കേറ്റ് ഷിബു മീരാൻ അല്ലല്ല തരാമെന്ന് പറഞ്ഞല്ലോ. അഡ്വക്കേറ്റ് ഷിബു മീരാൻ ഇപ്പോൾ ഇന്ന് വെള്ളാപ്പള്ളി നടത്തിയ പ്രതികരണം, അതിനു മുമ്പ് CPI സംസ്ഥാന സമിതിയിലും അതോടൊപ്പം തന്നെ സംസ്ഥാന കൗൺസിലും അതിനു മുമ്പ് സെക്രട്ടേറിയറ്റ് യോഗത്തിലും എടുത്തിരിക്കുന്ന നിലപാട് എങ്ങനെ തോറ്റു എന്നുള്ളതാണ്. ഇന്ന് ബിനോയ് വിശ്വം പറയുന്നത് ഞങ്ങൾ വീണാൽ വീണു എന്ന് പറയും എന്നുള്ളതാണ്. കാരണം തോറ്റിട്ടില്ല എന്നുള്ള പ്രതികരണങ്ങളാണല്ലോ ഇതുവരെ കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ തോറ്റിട്ടുണ്ട് എന്ന് പറയുകയാണ്. എങ്ങനെ തോറ്റു എന്ന് ആ പാർട്ടി ഒരു വിലയിരുത്തൽ നടത്തുന്നുണ്ട്. ഇടതുപക്ഷത്തെ LDF മുന്നണിയിലെ രണ്ടാമത്തെ കക്ഷിയാണ് ആ നിലപാട് എടുക്കുന്നത്. അതിൽ പിണറായി വിജയനാണ് എല്ലാം തീരുമാനിക്കുന്നത്. ആ തീരുമാനങ്ങൾ തെറ്റായിരുന്നു എന്ന് കൂടിയാണ് CPI വിലയിരുത്തുന്നത്. അങ്ങെങ്ങനെ കാണുന്നു? സ്മൃതി, CPI ഇന്ന് നടത്തിയത് സത്യസന്ധമായ ഒരു വിലയിരുത്തലാണ്. ഇപ്പോൾ ഈ ചർച്ച ആരംഭിക്കുന്നതിന് മുൻപ്
സ്മൃതി പ്രദർശിപ്പിച്ച ആ വീഡിയോയിൽ എന്ന് വെച്ചാൽ തെരഞ്ഞെടുപ്പ് പരാജയത്തിന് ശേഷം കേരളത്തിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഈ കാറിനെ കുറിച്ച് മാത്രമല്ല അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അദ്ദേഹം പറഞ്ഞ വെള്ളാപ്പള്ളി നടേശൻ ആവർത്തിച്ച് നടത്തിയ പ്രസ്താവനകൾ ഒരു ഘട്ടത്തിൽ പോലും ന്യൂനപക്ഷ വിരുദ്ധമായിരുന്നില്ല, അവർ ലീഗിനെയല്ലേ പറഞ്ഞിട്ടുള്ളൂ എന്നുകൂടി അദ്ദേഹം പറഞ്ഞിരുന്നു. നമ്മളിപ്പോൾ ഇന്ന് കാണുന്ന വെള്ളാപ്പള്ളി നടേശന്റെ ഒരു ചിത്രം, റൈസ് റഷീദാണ് ആ ചോദ്യം ചോദിച്ചത്. കേരളം ചോദിക്കാൻ ആഗ്രഹിച്ച ഒരു ചോദ്യമാണ്. അതിന് വെള്ളാപ്പള്ളി മറുപടി പറയുന്നത് നാക്ക് കടിച്ചുകൊണ്ടാണ്. ആദ്യം എനിക്ക് പറയാനുള്ളത്, ഇപ്പൊ ഇന്ന് ശിവഗിരി തീർത്ഥാടനം ഉദ്ഘാടനം ചെയ്തിട്ടാണ് അദ്ദേഹം ഇറങ്ങി വരുന്നത്. ഞാൻ ചരിത്രം പറയില്ല, പെട്ടെന്ന് പറയാം. 28-ലാണ് ഗുരുദേവന് തീർത്ഥാടനത്തിന് അനുമതി കൊടുക്കുന്നത്. ഒരു കിട്ടം വൈദ്യരും ഒരു ഗോവിന്ദൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ അനുയായികൾ വന്ന് അനുവാദം ചോദിച്ച സന്ദർഭത്തിൽ ചോദിച്ചു, ഇതിന് വല്ല വ്രതശുദ്ധിയോ മറ്റോ വേണോ എന്ന് ചോദിച്ചു. ഗുരുദേവൻ പറഞ്ഞു, ശ്രീബുദ്ധന്റെ പഞ്ചശുദ്ധികൾ പാലിച്ച് ഇവിടേക്ക് പോന്നോളൂ എന്ന് പറഞ്ഞു. അതിൽ പ്രധാനപ്പെട്ട 2 കാര്യങ്ങൾ, ഒന്ന് മനഃശുദ്ധിയാണ്, മറ്റൊന്ന് വാക്ശുദ്ധിയാണ്. വാക്ശുദ്ധി എന്ന് പറഞ്ഞാൽ കള്ളം പറയാതിരിക്കുക, മനുഷ്യരെ പറഞ്ഞ് വെറുപ്പിക്കാതിരിക്കുക. മനഃശുദ്ധി എന്ന് വെച്ചാൽ മനസ്സിൽ കോപമില്ലാതിരിക്കുക. അങ്ങനെ വ്രതശുദ്ധിയോടെ നടക്കേണ്ടുന്ന ഇവിടുത്തെ ആയിരക്കണക്കിന് വരുന്ന ശ്രീനാരായണീയർ മാത്രമല്ല, ഈ മലയാളക്കര മുഴുവൻ വലിയ ആദരവോടെ നോക്കിക്കാണുന്ന ഒരു സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് ഇറങ്ങി വന്നിട്ടാണ് ഇന്ന് ആ മനുഷ്യൻ തൻ്റെ മുൻപിലേക്ക് അസൗകര്യമുള്ള ഒരു ചോദ്യം വന്നപ്പോൾ നാക്ക് കടിച്ച് മൈക്ക് തട്ടിപ്പറിച്ചത് എന്നത് കേരളം കാണട്ടെ, ഇത് വിലയിരുത്തട്ടെ. നമ്മളിപ്പോൾ ഈ വിഷയത്തിൽ ഇത്രയും നേരം സ്മൃതി റജി ലൂക്കോസിനോട് തർക്കിച്ചു. അദ്ദേഹം വെള്ളാപ്പിയിൽ നിന്ന് മെല്ലെ തെന്നി നമ്മളൊക്കെ പ്രതീക്ഷിച്ചതുപോലെ ജമാഅത്തെ ഇസ്ലാമിൽ ലാൻഡ് ചെയ്യുന്നത് നമ്മൾ കണ്ടു. സ്മൃതി, ഇപ്പൊ വെള്ളാപ്പള്ളി പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇവിടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഞങ്ങൾക്ക് തന്നില്ല, അതുകൊണ്ട് ഞങ്ങൾ വിമർശിച്ചു. അവിടെയുള്ള റൈസിന്റെ ചോദ്യം വന്നത്, കഴിഞ്ഞ 10 വർഷത്തിനിടയിൽ നിങ്ങളുടെ കയ്യിൽ സ്ഥലമുണ്ടെന്ന് പറയുന്നു, നിങ്ങൾക്ക് എന്തുകൊണ്ട് അനുമതി കിട്ടി? അതൊരു നല്ല ചോദ്യമാണ്. ഞാനിപ്പോൾ റിപ്പോർട്ടർ തന്നെ ഒരു വാർത്ത ഇന്ന് കൊടുത്തൊരു വാർത്ത വെച്ചിട്ട് പെട്ടെന്ന് ഞാൻ പറയാം. ഇപ്പോൾ ആദ്യത്തെ ഒരു കോളേജ് മലബാറിൽ ആരംഭിക്കുന്നത് 68-ലാണ്, കോഴിക്കോട്ട് ചേളന്നൂരിലാണ്. 995-ൽ ഒരു 2 കോളേജുകൾ ആരംഭിക്കുന്നുണ്ട്, കൊയിലാണ്ടിയിലും അതേപോലെ തന്നെ വയനാട്ടിലെ പുൽപ്പള്ളിയിലും. കാസർഗോട്ട് 2003-ലും പെരിന്തൽമണ്ണയിൽ 2002-ലും SNDP കോളേജുകൾ ആരംഭിക്കുന്നുണ്ട്. 68-ൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി CH മുഹമ്മദ് കോയയാണ്, മുസ്ലിം ലീഗുകാരനാണ്. 95-ൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ET മുഹമ്മദ് ബഷീറാണ്, മുസ്ലിം ലീഗുകാരനാണ്. 2002-ൽ കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പെരിന്തൽമണ്ണക്കാരനായ നാലകത്ത് സൂപ്പിയാണ്, മുസ്ലിം ലീഗുകാരനാണ്. 2003-ലും അദ്ദേഹമാണ്. എന്ന് വെച്ചാൽ ഞങ്ങൾ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്ത സന്ദർഭങ്ങളിലൊക്കെ ഇവരുടെ ഒരു ഡിമാൻഡ് മുന്നിൽ വന്നിട്ടുണ്ടെങ്കിൽ അതിനോട് നീതിയുക്തമായ സമീപനം ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തുറന്നു പറയാൻ ഞങ്ങൾക്ക് ഇപ്പോഴാണ് ഒരു അവസരം കിട്ടുന്നത്. അപ്പം മുസ്ലിം ലീഗിനെ മുൻനിർത്തി ഇദ്ദേഹം നടത്തിയിരുന്നത് യഥാർത്ഥത്തിൽ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ ആയിരുന്നു. മുഖ്യമന്ത്രിയുടെ കാറിൽ ഇദ്ദേഹം കയറി എന്ന് പറയുമ്പോൾ ഞാൻ അയിത്തജാതിക്കാരനാണോ എന്ന് ചോദിച്ച് ഒരു ഇരവാദം ഉയർത്താൻ ശ്രമിക്കുകയാണ് വെള്ളാപ്പള്ളി. മുഖ്യമന്ത്രിയുടെ കാറിൽ കയറിയതോ മുഖ്യമന്ത്രി പൊന്നാട അണിയിച്ചതോ അല്ല പ്രശ്നം. അതൊക്കെ നടക്കുന്ന സമയത്ത് കേരളത്തിലെ വേദികളിൽ ഉടനീളം ഇവിടെ റജി ലൂക്കോസ് തന്നെ അംഗീകരിച്ചതുപോലെ, അദ്ദേഹം തന്നെ പ്രതിഷേധ വാക്കുകൾ പറഞ്ഞതുപോലെ, ഒരു പ്രത്യേക സമുദായത്തെ ടാർഗറ്റ് ചെയ്യുന്ന ഹെയ്റ്റ് ക്യാമ്പയിൻ ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. എന്നിട്ടും ആവർത്തിച്ച് അദ്ദേഹത്തെ പാടിപ്പുകഴ്ത്തി കൂടെ കൊണ്ട് നടന്നത് ആ ഹെയ്റ്റ് ക്യാമ്പയിൻ്റെ ഗുണഫലം തങ്ങൾക്ക് കിട്ടുമെങ്കിൽ കിട്ടിക്കോട്ടെ എന്ന് പിണറായി വിജയൻ വിചാരിച്ചപ്പോഴാണ്. ഇപ്പം വെള്ളാപ്പള്ളിയെ തള്ളി പറയുമ്പോഴും ഇവർക്ക് പിണറായിയെ തള്ളി പറയാൻ ചർച്ചയിലെ പ്രതിനിധിക്ക് പ്രയാസമുണ്ട്. അദ്ദേഹം CPI എങ്ങനെ പരിഹസിക്കുകയാണ്. CPI എന്താണ്, ചതിയൻ ചന്തുവാണ് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ CPIയുടെ ഒരു ചരിത്രം പരിശോധിച്ചാൽ മുഖ്യമന്ത്രി കസേര വലിച്ചെറിഞ്ഞിട്ട് ഇടതുപക്ഷ ഐക്യമെന്ന് പറഞ്ഞ് നിങ്ങളുടെ കൂടെ 1/2 നൂറ്റാണ്ട് മുൻപ് ഇറങ്ങി വന്ന ഒരു പാർട്ടിയാണത്. PM ശ്രീയിൽ മാത്രമല്ലല്ലോ CPI ചതിക്കപ്പെട്ടത്. ഇപ്പൊ വയനാട് അവർ പരാജയപ്പെടുന്ന ഒരു സീറ്റാണ്. തിരുവനന്തപുരം BJP കോൺഗ്രസ് ആണ് മത്സരിക്കുക. CPIക്ക് മത്സരിച്ച് ഫൈറ്റ് ചെയ്ത് വിജയിച്ച് ഒരു MP ഉണ്ടാക്കാൻ കേരളത്തിൽ കഴിയുന്ന ഒരു സീറ്റ് തൃശ്ശൂരായിരുന്നു. അവിടെ പൂരം കലങ്ങുന്നു. കേരളത്തിലെ ഒരു മുൻ മന്ത്രി K രാജൻ, സുനിൽകുമാർ അവിടെ സ്ഥാനാർത്ഥിയാണ്. കേരളത്തിന്റെ ഇപ്പോഴത്തെ മന്ത്രി K രാജൻ ഒരു പോലീസ് ഓഫീസറുടെ ഫോണിലേക്ക് വിളിക്കുന്നു, ഫോൺ എടുക്കുന്നില്ല എന്ന കൃത്യമായ കമ്മ്യൂണിക്കേഷൻ മറുഭാഗത്ത് നടക്കുന്നു. സുരേഷ് ഗോപി വരുന്നു, പൂരം നടത്തുന്നു, CPI തോൽക്കുന്നു, BJP വിജയിക്കുന്നു. യഥാർത്ഥത്തിൽ ചതിക്കപ്പെട്ടത് CPI അല്ല, PM ശ്രീയിൽ മാത്രമാണ്. PM ശ്രീ ആ മന്ത്രിസഭാ യോഗത്തിൽ ഈ 4 പാവങ്ങളും ചോദിച്ചില്ലേ ഇതെങ്ങാനും ഒപ്പുവെക്കാൻ പോകുന്നുണ്ടോ, അതിന്റെ തലേ ദിവസം ഒപ്പുവെച്ചിട്ടാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് എന്ന് പിണറായി വിജയൻ പറയണ്ടേ. ഞാൻ ചുരുക്കാണ് സ്മൃതി, ചതിക്കപ്പെട്ടത് യഥാർത്ഥത്തിൽ CPI ആണ്. തൃശ്ശൂർ അവരെ ചതിച്ചു, PM ശ്രീയിൽ അവരെ ചതിച്ചു. ഇന്നത്തെ ദിവസം CPI LDF-ലെ 2ാമത്തെ കക്ഷിയാണല്ലോ. ആ കക്ഷിയെ മുൻനിർത്തി ഇദ്ദേഹം ഇങ്ങനെ ഒരു പരാമർശം നടത്തുമ്പോൾ CPM-ന്റെ മറുപടി വരണ്ടേ. CPI ഞങ്ങളുടെ കൂടെ 1/2 നൂറ്റാണ്ടുകാലമായിട്ടുണ്ട്. താങ്കൾ മുന്നണിക്ക് പുറത്ത് നിന്ന് ഞങ്ങളുടെ മുന്നണിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയെ ഞങ്ങളുടെ ഈ സഖാക്കൾ അധിക്ഷേപിക്കരുത് എന്നൊരു വാക്ക് CPM-ന്റെ പാർട്ടി ലീഡർഷിപ്പ് ഇതുവരെ പറഞ്ഞിട്ടില്ല. എന്ന് വെച്ചാൽ ഈ CPI ഭള്ളു പറയുന്ന ഈ വൈകുന്നേരവും CPM ഈ പറയുന്ന ഈ വെള്ളാപ്പള്ളി നടേശനെ കൈവിടാൻ തയ്യാറല്ല എന്നതാണ്. ചതിക്കപ്പെട്ടത് CPI ആണ്, ചതിച്ചത് പിണറായി വിജയനാണ്. ചതിയൻ ചന്തു എന്ന പേര് പിണറായിക്കാണ്
ചേരുക. ആ ചന്തുവിന്റെ കയ്യിലേക്ക് ആരോമലിനെ കുത്തിവീഴ്ത്താൻ പണ്ട് മുറിച്ചുരുക എടുത്തു കൊടുത്തതുപോലെ ഇപ്പൊ മുറിച്ചുരുക എടുത്തു കൊടുക്കുന്ന പണിയാണ് വെള്ളാപ്പള്ളി നടേശൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ അടിക്കല്ലാണ് പിടിച്ചു കുലുക്കിക്കൊണ്ടിരിക്കുന്നതെന്ന് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്രയും നല്ലത്. ശരി, ഡോക്ടർ എം എൻ കാരശ്ശേരി, വെള്ളാപ്പള്ളിയുടെ ഇന്നത്തെ പ്രകടനത്തെ അങ്ങ് എങ്ങനെയാണ് കാണുന്നത്? മാത്രമല്ല, ആരാണ് ചതിയൻ ചന്തു എന്നൊരു ചോദ്യം കൂടി ഉണ്ടല്ലോ. സ്മൃതി, CPI പറഞ്ഞത് 100% ശരിയാണ് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം വെള്ളാപ്പള്ളി നടേശനെ മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ ഔദ്യോഗിക കാറിൽ കയറ്റുന്നു എന്ന് പറഞ്ഞാൽ അത് ഒരു കാറിന്റെയോ ഒരു സീറ്റിന്റെയോ പ്രശ്നമല്ല, അതൊരു അംഗീകാരത്തിന്റെയും ആദരവിന്റെയും കാര്യമാണ്. സംസ്ഥാന മുഖ്യമന്ത്രിക്ക് അത്രയധികം ബഹുമാനവും താല്പര്യമുള്ള ഒരാളാണ് എന്നതിനൊരു പ്രതീകാത്മകമായ ഒരു അർത്ഥമുണ്ട്. പണ്ട് ഹിന്ദു പുരാണങ്ങളിൽ ദേവേന്ദ്രൻ ചില വീരന്മാരെ ബഹുമാനിക്കാൻ വേണ്ടി അർദ്ധാസനം കൊടുത്തു എന്ന് പറയും. അങ്ങനെ അർദ്ധാസനം കൊടുത്തിരിക്കുകയാണ്. അപ്പോ ഇപ്പോഴുള്ള സംഗതി എന്താന്ന് വിചാരിച്ചാല്, വെള്ളാപ്പള്ളി നടേശനാണ് മിത്രമെങ്കിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയന് ശത്രു വേറെ വേണ്ടി വരില്ല. ആ തരത്തിലാണ് കഴിഞ്ഞ 9.5 കൊല്ലമായി അദ്ദേഹം പെരുമാറുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായത് BJPയുടെയും CPMന്റെയും ഇടയ്ക്കുള്ള ഒരു പാലമാണ് വെള്ളാപ്പള്ളി നടേശൻ. അദ്ദേഹം മുസ്ലിങ്ങൾക്കെതിരായിട്ട് സംസാരിക്കുന്നു, അദ്ദേഹം ക്രിസ്ത്യാനികൾക്കെതിരായിട്ട് സംസാരിക്കുന്നു, ക്രിസ്ത്യാനികളുടെ പള്ളികളിൽ വിദേശ പണം കുന്നുകൂടുന്നുണ്ട് എന്നും അവര് പണം കൊടുത്ത് ആളുകളെ മതപരിവർത്തനം നടത്തുന്നുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. ഒരിക്കലല്ല, പലതവണ. ഇതുപോലെ അദ്ദേഹം സ്ത്രീവിരുദ്ധമായി സംസാരിക്കാറുണ്ട്. ഏതെങ്കിലും പീഡനക്കേസ് വരുമ്പോൾ അദ്ദേഹം പറയുന്നത് പെണ്ണുങ്ങളുടെ വേഷത്തെപ്പറ്റിയും അവരുടെ പെരുമാറ്റത്തെപ്പറ്റിയാണ്. ഒന്നും വേണ്ട, 2015 കോഴിക്കോട്ടെ നൌഷാദ് എന്നൊരു ഓട്ടോറിക്ഷക്കാരൻ താൻ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആൾനൂഴിപ്പെട്ട 2 പേരെ രക്ഷിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിൽ മരിച്ചുപോയി. അന്ന് മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ കുടുംബത്തിന് 10 ലക്ഷം രൂപ സഹായധനം അനുവദിച്ചപ്പോൾ അത് മുസ്ലിം ആയതുകൊണ്ട് കൊടുത്തതാണ് എന്ന് പറഞ്ഞ ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. 2020 ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വന്നപ്പോൾ അതിന്റെ വൈസ് ചാൻസലറായിട്ട് നിയമിച്ചത് മുബാറക് പാഷയാണ് എന്ന വാർത്ത വന്ന ഉടനെ അത് ശ്രീനാരായണ സംസ്കാരം പഠിച്ച ഒരാളല്ല എന്ന് വർഗീയത പറഞ്ഞ ആളാണ് വെള്ളാപ്പള്ളി നടേശൻ. അപ്പൊ ഇതൊക്കെ ഇപ്പോ ആലോചിച്ച് നോക്കൂ. റിജി ലൂക്കോസിനോട് ഞാൻ ഒരു ചെറിയ കാര്യം ചോദിക്കട്ടെ. എന്തിനും പിണറായി വിജയൻ മറുപടി പറയുമല്ലോ. 2006 ഞങ്ങളുടെ MLA മത്തായി ചാക്കോ മരിച്ചപ്പോ അദ്ദേഹം അന്ത്യകൂദാശ സ്വീകരിച്ചു എന്ന് താമരശ്ശേരിയിലെ ബിഷപ്പ് പറഞ്ഞപ്പോ അത് പച്ചക്കള്ളമാണ് എന്ന് പറഞ്ഞ് ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചു അന്നത്തെ CPMന്റെ സെക്രട്ടറി, സംസ്ഥാന സെക്രട്ടറി ശ്രീ പിണറായി വിജയൻ. ഇതേ വെള്ളാപ്പള്ളി നടേശൻ ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കൂട്ടത്തിൽ വെള്ളാപ്പള്ളി ഭക്തനാണ് എന്ന് പറഞ്ഞു. എന്താ പിണറായി വിജയൻ മറുപടി പറയാത്തത്? അദ്ദേഹം ഭക്തനാണോ? അപ്പോ വെള്ളാപ്പള്ളി ഏൽപ്പിച്ചിരിക്കുകയാണോ ഇതൊക്കെ പറയാൻ? അപ്പോ എനിക്ക് മനസ്സിലായത്, ഒന്നാമത് വെള്ളാപ്പള്ളി നടേശൻ ഒരു സമുദായത്തിന്റെ നേതാവാണെന്ന് പറഞ്ഞത് ശരിയല്ല. അദ്ദേഹം ഒരു സംഘടനയുടെ നേതാവാണ്. ആ സമുദായത്തിൽ അദ്ദേഹത്തിന് നേതൃത്വം അംഗീകരിക്കാത്ത സംഘടനകളുണ്ട്, വ്യക്തികളുണ്ട്, പലരുണ്ട്. അതിരിക്കട്ടെ, അദ്ദേഹം ഇപ്പൊ ചെയ്യുന്ന ഒരു കാര്യം SNDP എന്നുള്ള 1903 കേരളീയ നവോത്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഖമായി വന്നിരുന്ന ഒരു പ്രസ്ഥാനത്തെ അദ്ദേഹം വ്യക്തിപരമായ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക, അത് രാഷ്ട്രീയവൽക്കരിച്ചു. BDJS ഉണ്ടാക്കിയതിന്റെ സ്ഥാപക നേതാവാണ് വെള്ളാപ്പള്ളി. അദ്ദേഹം BJP ആയിട്ട് അലയൻസ് ഉള്ള ഒരു പാർട്ടിയാണത്. അപ്പൊ അദ്ദേഹം എന്താ ചെയ്യുന്നത്? BJPക്ക് വേണ്ടിയിട്ട് മതന്യൂനപക്ഷങ്ങളെ, പ്രത്യേകിച്ച് മുസ്ലിങ്ങളെ, അതുപോലെ ക്രിസ്ത്യാനികളെ നിന്ദിച്ച് സംസാരിക്കുക. അതിന്റെയൊക്കെ പ്രയോജനം ആർക്കാണ്? BJPക്കാണ്. അപ്പൊ ഇപ്പോ അത് എനിക്ക് മനസ്സിലായിട്ടില്ല എന്തുകൊണ്ടാണ് വെള്ളാപ്പള്ളി നടേശന്റെ സ്ഥാനാരോഹണത്തിന്റെ 30ാം വാർഷികത്തിൽ വലിയ ചടങ്ങ് നടത്തിയിട്ട് മുഖ്യമന്ത്രിയും സംസ്ഥാന മന്ത്രിമാരും അദ്ദേഹത്തെ വാഴ്ത്തി പറയുന്നത്. അദ്ദേഹം ഗുരുദേവന്റെ ഉപദേശങ്ങൾ കേട്ടു നടക്കുന്ന ആളാണ്, അദ്ദേഹം ചെറുപ്പക്കാർക്ക് മാതൃകയാണ് എന്ന് പറയുന്നത് മുഖ്യമന്ത്രിയാണ്. അപ്പൊ ആ കാറിൽ കയറുക എന്നുള്ള ഒരു ചെറിയ കാര്യമല്ല. ആ കാറ് ഓടുന്നത് എന്റെയും നിങ്ങളുടെയും നികുതിപ്പണം കൊണ്ടാണ്. നമ്മുടെ സംസ്ഥാന മുഖ്യമന്ത്രിയാണ് അദ്ദേഹം, ശ്രീ പിണറായി വിജയൻ. അദ്ദേഹം ഒരു പാർട്ടി നേതാവ് മാത്രമായിരുന്നെങ്കിൽ നമുക്കത് വിഷയമല്ല. ഇപ്പോ മുഖ്യമന്ത്രി ആയിരിക്കെ K. കരുണാകരന്റെ ഹെലികോപ്റ്ററിൽ ആൻഡോ എന്നു പേരായ
ഒരു ചെറുപ്പക്കാരൻ എങ്ങനെ കയറി എന്ന് കേരളം വലിയ ചർച്ച ചെയ്താണ്. ഈ CPM-കാർ ചർച്ച ചെയ്താണ്. അന്ന് കരുണാകരൻ പറഞ്ഞൊരു വാക്ക്, അതൊരു പാവം പയ്യനാണെന്നാ. ആ പാവം പയ്യൻ എന്നുള്ളത് എത്ര കാലം ചർച്ച ചെയ്തു എന്ന് എനിക്ക് ഓർമ്മയുണ്ട്. ഈ പാനലിൽ ഇരിക്കുന്ന എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് എനിക്കറിയില്ല. അതൊരു വിഷയം തന്നെയാണ്. ആരാണ് നിങ്ങളുടെ കൂടെ ഉള്ളത്? ഇപ്പൊ ചോദിച്ചിരുന്നല്ലോ, സരിതാ നായർ എങ്ങനെയാണ് ആ ഫോട്ടോയിൽ വന്നതെന്ന് ചോദിക്കണ്ടേ? അപ്പൊ അത് ചോദിച്ചാൽ അത് വഷളാക്കിയെന്നുള്ള വേറെ വിഷയം. അപ്പൊ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ ആരുണ്ട്, അദ്ദേഹത്തിന്റെ കൂടെ ആരുണ്ട്, അദ്ദേഹം അവരെ പറ്റി എന്ത് പറയുന്നൊക്കെ ഉള്ളതൊരു രാഷ്ട്രീയ വിഷയമാണ്. ഇപ്പോ വെള്ളാപ്പള്ളി നടേശനെ രാഷ്ട്രീയത്തിൽ പ്രതിഷ്ഠിച്ചത് ആരാണ്? എന്റെ കണക്കിനത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. അദ്ദേഹം SNDP-യുടെ സെക്രട്ടറി ആയിരുന്നു. വലിയ കഷ്ടമാണ്. കുമാരനാശാനും സഹോദരൻ അയ്യപ്പനൊക്കെ ഇരുന്ന കസേരയാണ്. അപ്പൊ അദ്ദേഹം അന്തസ്സില്ലാത്ത ഭാഷ ഉപയോഗിക്കുന്നു. ഇവിടെ സ്ത്രീകൾക്കെതിരായിട്ടും ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടും ചില പ്രദേശങ്ങൾക്കെതിരായിട്ടും മലപ്പുറം ജില്ലയിൽ ഈഴവർക്ക് ജീവിക്കാൻ വയ്യ എന്ന് പറയുന്നത് എത്ര വലിയ നുണയാണെന്ന് ആലോചിച്ച് നോക്കുക. അത് നുണയാണ് എന്ന് പിണറായി വിജയൻ പറയൂ? അദ്ദേഹം പറയട്ടെ. അദ്ദേഹത്തിന് അവിടെ പാർട്ടിയുടെ ആളുകളുണ്ടല്ലോ. അവിടെ അങ്ങനെ ഉണ്ടെങ്കിൽ മറുപടി പറയേണ്ട ആരാണ്? മലപ്പുറം ജില്ലയിൽ ഈഴവർക്ക് ജീവിക്കാൻ വയ്യാത്ത സ്ഥിതി ഉണ്ടെങ്കിൽ കഴിഞ്ഞ 9.5 കൊല്ലമായി പിണറായി വിജയൻ എന്തെടുക്കുകയായിരുന്നു? അദ്ദേഹം അവിടെ ആഭ്യന്തരമന്ത്രിയല്ലേ? അത് ഇദ്ദേഹം മറുപടി വരണ്ടേന്. അവിടെ സ്കൂള് കിട്ടുന്നില്ല എന്നുള്ളതിന് മറുപടി റിപ്പോർട്ടർ ചാനലിലെ റിപ്പോർട്ടർ ചോദിച്ച ന്യായമായ ചോദ്യമല്ലേ? 9.5 കൊല്ലമായി ഭരിക്കുന്നത് താങ്കളുടെ പ്രിയ സുഹൃത്ത് പിണറായി അല്ലേ എന്ന്. അപ്പോ നമ്മുടെ അന്തരീക്ഷം വളരെ ചീത്തയാക്കുക, മലിനമാക്കുക, അതിന്റെ പ്രയോജനം BJP-ക്കാണ്. അപ്പൊ അത് മനസ്സിലാക്കാനൊന്നും വേണ്ട. അപ്പോ നമ്മുടെ ശ്രീ റെജി ലൂക്കോസ് വെള്ളാപ്പള്ളിയെ തള്ളിപ്പറയും. എന്താ കാരണം? അദ്ദേഹം പറഞ്ഞല്ലോ 100% ആളുകളും വെള്ളാപ്പള്ളി വർഗീയവാദിയാണെന്ന് പറയും. അത് പറയാൻ തീർച്ചയായിട്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് നാവ് പൊങ്ങുകയില്ല. അതിന്റെ വിഷമമാണ് തീർച്ചയായിട്ടും CPI-ക്കാർ പറഞ്ഞത്. അവർ പറഞ്ഞത് 100% ശരിയാണ്. വെള്ളാപ്പള്ളി എന്ന് പറയുന്നത് സത്യത്തിൽ നമ്മുടെ രാഷ്ട്രീയ രംഗത്തെ, സാമൂഹ്യ രംഗത്തെ അഴുക്കുകളിൽ ഒന്നാണ് എന്ന് പറയേണ്ടി വന്നതിൽ എനിക്ക് വളരെ ഖേദമുണ്ട്. ശരി, ശ്രീ N. ശ്രീകുമാർ, ഇപ്പോൾ UDF-ന്റെ ഐശ്വര്യം വെള്ളാപ്പള്ളിയാണ് എന്ന വിലയിരുത്തലാണോ നിങ്ങൾക്കുള്ളത്? ഇപ്പോൾ വെള്ളാപ്പള്ളി എന്നൊരു ഘടകമാണ് UDF-ന് വിജയം നേടിത്തന്നത്, അതോ പല ഘടകങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമായി അത് മാറുന്നു എന്നതാണോ? നോക്കൂ ശ്രീമതി സ്മൃതി, വെള്ളാപ്പള്ളി നടേശൻ അല്ല UDF-ന് വിജയം ഉണ്ടാക്കി കൊടുത്തത്. UDF-ന് വിജയം ഉണ്ടാക്കി കൊടുത്തത് കേരളത്തിലെ ജനങ്ങളാണ്. ആ ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാൻ LDF-ന് സാധിച്ചില്ല എന്ന് CPI-യുടെ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം പറയുമ്പോൾ നമ്മൾ വേറെ ഒന്നിലേക്കും ചിന്തിക്കേണ്ട കാര്യമില്ല. 2 ആഴ്ച മുമ്പ് ജനയുഗത്തിൻ്റെ മുഖപ്രസംഗത്തിൽ അവർ ഒരു കാര്യം പറഞ്ഞിരുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള വിഷയത്തിൽ രാഷ്ട്രീയ നേതൃത്വവും മറുപടി പറയേണ്ടി വരുമെന്ന്. അപ്പോൾ ഇതൊക്കെ CPI മുൻകൂട്ടി കണ്ടതാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം. ഇന്ന് പക്ഷേ ശ്രീ ബിനോയ് വിശ്വം പറഞ്ഞത് വലിയ രാഷ്ട്രീയ കൂളിളക്കം കേരളത്തിൽ ഉണ്ടാക്കാവുന്ന 3 കാര്യങ്ങളാണ്. നമ്മളത് അതിൽ പിണറായി വിജയനിലേക്കും വെള്ളാപ്പള്ളി നടേശനിലേക്കും ഒതുക്കുകയാണ്. സത്യത്തിൽ 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നപ്പോൾ രാഷ്ട്രീയമായി ബുദ്ധിയുള്ളവരെല്ലാം CPI-യിലാണ് എന്നൊരു അഭിപ്രായമൊന്നുണ്ടായിരുന്നു. അതിൻ്റെ ഒരു കണ്ണിയാണ് ബിനോയ് വിശ്വം എന്ന് ഇന്നെനിക്ക് തോന്നി. കാരണം അദ്ദേഹം 3 കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഒന്നാമത്തെ കാര്യം, ഞാൻ എൻ്റെ കാറിൽ വെള്ളാപ്പള്ളി നടേശനെ കയറ്റില്ല എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് ഭരണത്തിൻ്റെ മുഖ്യമന്ത്രിയുടെ കാറിൽ വെള്ളാപ്പള്ളി കയറിയത് തെറ്റാണെന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, LDF-ൻ്റെ മുഖമാകരുത് വെള്ളാപ്പള്ളി, LDF-ൻ്റെ മുഖമല്ല വെള്ളാപ്പള്ളി. ഇത് ബിനോയ് വിശ്വം പറഞ്ഞതാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പിണറായി വിജയൻ അല്ല LDF-ൻ്റെ മുഖം, പിണറായി വിജയൻ മാത്രമല്ല LDF-ൻ്റെ മുഖം. ഇത് മനസ്സിലാക്കിക്കൊള്ളണമെന്നൊരു മുന്നറിയിപ്പാണ് ബിനോയ് വിശ്വം കൊടുത്തത്. അത് വെള്ളാപ്പള്ളിയിൽ ചാരി അദ്ദേഹം പറഞ്ഞതേ ഉള്ളൂ. കാരണം ബിനോയ് വിശ്വത്തിൻ്റെ ഇന്നത്തെ ആ പത്രസമ്മേളനത്തിലെ സൗമ്യമായ ഭാഷയും അദ്ദേഹത്തിൻ്റെ ആ പറയുമ്പോഴുള്ള അദ്ദേഹത്തിൻ്റെ മുഖഭാവവും നമ്മൾ ശ്രദ്ധിക്കണം. അദ്ദേഹം കൂട്ടത്തിൽ പറഞ്ഞ കുറേ കാര്യങ്ങളുണ്ട്. തോറ്റു എന്ന് പറയുമ്പോൾ അത് ജനങ്ങളിൽ എന്തുകൊണ്ട് ജനങ്ങൾ തോൽപ്പിച്ചു എന്നത് ആദ്യം മനസ്സിലാക്കണം. ഇത്രയധികം ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും എന്തുകൊണ്ടാണ് ജനങ്ങൾ തോൽപ്പിച്ചത്? അതിന് നമ്മൾ ഉത്തരം കണ്ടെത്തണം. ഇവിടെ ഇന്നലെ മിനിങ്ങാന്ന് MV ഗോവിന്ദൻ മാഷ് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് ഒരുപാട് ക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിക്കപ്പെട്ടിട്ടും ജനം വോട്ട് ചെയ്തില്ലെന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ പെൻഷൻ കൂട്ടിക്കൊടുത്താൽ ജനം വോട്ട് ചെയ്യുന്നവർ ധരിച്ചു കാണും. പക്ഷേ CPI കണ്ടത് അതല്ല. CPM കണ്ടത് ശൈലിയാണ്, CPI കണ്ടത് നിലപാടാണ്. കേരളത്തിലെ സർക്കാർ ഒരു പുതിയ ബ്രാൻഡി ഉൽപ്പാദിപ്പിക്കാൻ പോകുന്നുണ്ടെന്നും ആ ബ്രാൻഡിയുടെ പേര് നിർദ്ദേശിക്കാൻ
നവോത്ഥാന കേരളത്തിൽ ഇന്ന് മുഖ്യമന്ത്രി ശ്രീനാരായണ ഗുരുവിൻ്റെ വേദിയിൽ പ്രസംഗിച്ച മുഖ്യമന്ത്രിയുടെ ഗവൺമെൻറ് പറയുകയാണ് ആ ബ്രാൻഡിക്ക് ഒരു പേര് നിർദ്ദേശിക്കാൻ ജനങ്ങളോടെ നവോത്ഥാന കേരളത്തിൽ. അങ്ങനെയുള്ളൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുമ്പോൾ CPIക്ക് തോന്നും. കാരണം CPI ഒരുപാട് വർഷം CPI സഹകരിച്ച് പ്രവർത്തിച്ചത് കോൺഗ്രസിനൊപ്പമാണ്. ആ കോൺഗ്രസിനൊപ്പമുള്ള നല്ല കാലം ഒരുപക്ഷേ ബിനോയ് വിശ്വത്തിൻ്റെ ബുദ്ധിയിൽ നിന്ന് തിരിച്ചു വന്നു കാണും. രണ്ട് മുഖ്യമന്ത്രിമാർ PK വാസുദേവൻ നായരും പ്രതീക്ഷയായിട്ട് കാണേണ്ടി വരും. ശ്രീകുമാർ, അങ്ങനെയല്ല. ഇതിപ്പോൾ ഈ വിജയത്തിന് ശേഷം ഈ CPI വരെ ക്ഷണിക്കുന്ന രൂപത്തിലുള്ള പ്രതികരണങ്ങളൊക്കെ ചിലർ നടത്തിയിരുന്നു. അന്ന് നല്ല ശക്തിയുക്തം മറുപടിയും CPI നേതാക്കൾ നൽകിയിരുന്നു. മുന്നണി മാറുന്ന വിഷയമില്ല, ഞങ്ങൾ ഇടതുപക്ഷമാണ്, ഇടതുപക്ഷത്തിൽ നിന്നും മറ്റൊരിടത്തേക്ക് പോകേണ്ട സാഹചര്യമില്ല എന്നാണ് ബിനോയ് വിശ്വം അടക്കം പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനുള്ള സാഹചര്യമില്ല. ഇനി അങ്ങ് പറഞ്ഞതുപോലെ പിണറായി വിജയനുള്ള മറുപടിയാണ്, അല്ലെങ്കിൽ പിണറായി വിജയനെയാണ് ആ രൂപത്തിൽ കാണുന്നതെന്ന് പറയുമ്പോൾ പിണറായി വിജയനാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പും നയിക്കുക. അങ്ങനെയെങ്കിൽ പിണറായി നയിക്കരുത് എന്നൊരു പ്രതികരണം അല്ലെങ്കിൽ നിലപാട് CPI എടുക്കണ്ടേ? അങ്ങനെ ഒരു നിലപാടിലേക്ക് CPI എത്തുന്നില്ലല്ലോ. അല്ല, CPI ഇന്ന് പറഞ്ഞതിൻ്റെ ആകത്തുക എന്താണ് ശ്രീമതി സ്മൃതി? രാഷ്ട്രീയം അറിയുന്നവർക്ക് മനസ്സിലാകും. ഈ പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ മൂന്നാം പിണറായി ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നല്ല അദ്ദേഹം പറഞ്ഞത്. LDFൻ്റെ തെറ്റ് തിരുത്തിയാൽ ജനങ്ങൾ നൽകിയ ഒരു സൂചനയാണെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അത് CPIയുടെ മുഖപത്രവും പറഞ്ഞിട്ടുണ്ട്. എന്താണ് ആ സൂചന? തദ്ദേശ തെരഞ്ഞെടുപ്പിലെ പരാജയം നിങ്ങൾക്കുള്ളൊരു മുന്നറിയിപ്പാണ്. ആ മുന്നറിയിപ്പ് കണ്ടു CPI. ആ മുന്നറിയിപ്പ് ഇന്നും കാണുന്നില്ല CPM. അവർ കഴിഞ്ഞ ദിവസം പത്രസമ്മേളനത്തിൽ പാർട്ടി പ്രസിഡന്റ്, സെക്രട്ടറിയും മുഖ്യമന്ത്രിയും പറഞ്ഞ എന്താണ്? ഈ തോൽവിയെക്കുറിച്ച് അവർ പറയുന്നില്ല. എന്താണ് കാരണം? തോറ്റതിന് എന്താണ് കാരണം? ആ കാരണം ശബരിമലയാണോ? അല്ല. ഏത് വിഷയമാണ്? അതവർക്ക് വിലയിരുത്താൻ പറ്റുന്നില്ല. ഇവിടെ ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞല്ലോ LDFന് പറയണമെന്ന്. LDF യോഗം ചേർന്നാലല്ലേ പറയാൻ പറ്റുള്ളൂ. അടുത്ത LDF യോഗത്തിൽ CPIക്ക് ആർജവമുണ്ടെങ്കിൽ, ഈ പറഞ്ഞതൊക്കെ ആത്മാർത്ഥതയോടെ ആണെങ്കിൽ, ഞാൻ അങ്ങനെയാണ് കാണുന്നത്. ബിനോയ് വിശ്വത്തെ ഞാൻ കാണുന്നത് അങ്ങനെയാണ്. ഈ പറഞ്ഞ ബിനോയ് വിശ്വം പറഞ്ഞതിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ അടുത്ത LDF യോഗത്തിൽ അദ്ദേഹം പറയണം. അതായത് LDFൻ്റെ ഗവൺമെൻറ്റിൻ്റെ മുഖമായിട്ട് പിണറായി വിജയൻ്റെ മാത്രം മുഖമായിട്ട് ഉയർത്തിക്കാട്ടരുത് എന്ന് അദ്ദേഹം പറയണം. ഇതിൽ വേറെ 2-3 കാര്യങ്ങളുണ്ട്. കാരണം ഇവിടെ കോൺഗ്രസും UDFും ഒരു വിഭാഗം മാധ്യമങ്ങളും പ്രചരണം നടത്തിയെന്നാണ് CPMൻ്റെ അഭിപ്രായം. എന്തിനാ ഈ മാധ്യമങ്ങളെ കൂട്ടുന്നത്? ഏത് മാധ്യമമാണ് UDFന് അനുകൂലമായിട്ട് നിലപാടെടുത്തത്? ആ രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം വന്ന കാലമല്ലേ അത്? ശബരിമല സ്വർണ്ണ കൊള്ളക്കേസിൻ്റെ വാർത്ത കൊടുത്ത പോലെ തന്നെ ഇപ്പുറത്തേം കൊടുത്തില്ലേ? പക്ഷേ ജനം ഏതാ വിശ്വസിച്ചത്? ജനം വിശ്വസിച്ചത് അപ്പുറത്തായിപ്പോയി. അതിന് മാധ്യമങ്ങളെ പള്ളു പറഞ്ഞിട്ട് എന്താ കാര്യം? ഇവിടെ വിഷയം എന്താണെന്ന് വെച്ചാൽ അഹങ്കാരം. ഈ അഹങ്കാരത്തിനെതിരായ ഒരു താക്കീതാണ് ജനം നൽകിയതെന്ന് വിസ്മരിക്കുകയാണ് CPM. അത് ശരിവെക്കുകയാണ് CPI. ആ CPIയുടെ ശരിവെക്കൽ എന്ന് പറയുമ്പോൾ അവർക്കത് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? ഒരു അജണ്ടയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായിരുന്നത്. ഒന്ന് UDFൻ്റെ വ്യക്തമായ നിലപാട്, 2 LDFൻ്റെ നിലപാടില്ലായ്മയും അജണ്ട തയ്യാറാക്കാൻ അവർക്ക് പറ്റാതിരുന്നതും. അത് CPI കണ്ടു. ഏത് ഗവൺമെൻറ് ഭരിക്കുമ്പോഴും അപ്പോൾ നടക്കുന്ന 3 തെരഞ്ഞെടുപ്പുകളിലും, നിയമസഭ, ലോക്സഭ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ അജണ്ട നിശ്ചയിക്കുന്നത് ഭരിക്കുന്ന മുഖ്യമന്ത്രിയും പാർട്ടിയുമാണ്. ഇവിടെ അജണ്ട നിശ്ചയിച്ചത് പ്രതിപക്ഷ നേതാവാണ്. നിലപാടാണ് അദ്ദേഹം പറഞ്ഞത്. ഏത് കാര്യത്തിലൊരു നിലപാട് വേണം. ചതിയൻ ചന്തു എന്ന് വെള്ളാപ്പള്ളി പറയുമ്പോൾ വെള്ളാപ്പള്ളിയുടെ മനസ്സിലെന്തായിരിക്കണം? നോക്കൂ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കൂ. പിണറായി വിജയനും വെള്ളാപ്പള്ളിയും തമ്മിൽ രാഷ്ട്രീയത്തിൽ ഒരുപാട് സാമ്യമുണ്ട്. പിണറായി വിജയൻ കോൺഗ്രസിനെ ചീത്ത പറയുന്നത് പോലെ BJPയെ ചീത്ത പറയാറില്ല. വെള്ളാപ്പള്ളി നരേശൻ CPMനൊപ്പം നിൽക്കുന്നത് പോലെ BJPയെയും തലോടുന്നുണ്ട്. അദ്ദേഹം BDJസിൻ്റെ ഒരു അനുഗ്രഹം കൊടുക്കുന്ന ഒരാളാണ്. ഇവിടെ പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം ഈ ഒരു പഞ്ചായത്തിലെ, മറ്റത്തൂർ പഞ്ചായത്തിലെ ഒരു കാര്യം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട് വാസ്തവവിരുദ്ധമായി ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു. നേരെ മറിച്ചത്തെ കർണാടകത്തെക്കുറിച്ചും പറഞ്ഞു. മറ്റെവിടെയെങ്കിലും ഈ UPയിലൊക്കെ നടന്ന സംഭവങ്ങളിൽ BJPയുടെ കാര്യത്തിൽ പിണറായി വിജയൻ മിണ്ടുന്നുണ്ടോ? ഇല്ല, മിണ്ടുന്നില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ അതൊക്കെ CPI കാണുന്നുണ്ട്. അതായത് CPI പറയുന്നത് എന്താ വെച്ചാൽ, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിൽ, കേരളം ഭരിക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണെങ്കിൽ, യഥാർത്ഥ ഇടതുപക്ഷമാണെങ്കിൽ നിങ്ങൾ BJPക്കെതിരെയാണ് പോരാടേണ്ടത്. നിങ്ങൾ കോൺഗ്രസിനെ എതിർക്കാം. രാഷ്ട്രീയമായി തെരഞ്ഞെടുപ്പ് ശത്രു കോൺഗ്രസ് ആണ്. പക്ഷേ നിങ്ങൾ രാഷ്ട്രീയമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ നിലപാടുണ്ട്. ആ നിലപാട് മറന്നുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അത് LDFൻ്റെ മുഖമല്ലെന്ന് CPIക്ക് പറയേണ്ടി വന്നിരിക്കുക. വെള്ളാപ്പള്ളി നരേശൻ ആവരുത് LDF എന്ന് പറയുമ്പോൾ അത് ആ മുന ചെന്ന് കൊള്ളുന്നത് ആരുടെ ദേഹത്താണ്? വെള്ളാപ്പള്ളി നരേശൻ SNDP യോഗത്തിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. ആദ്യ സ്മൃതി ചോദിച്ച പോലെ അദ്ദേഹം പറഞ്ഞ ആഹ്വാനം ജനം തള്ളിയില്ലേ?
അദ്ദേഹം പറഞ്ഞ ആഹ്വാനം ജനം തള്ളിയില്ലേ? വെള്ളാപ്പള്ളി നടേശൻ എപ്പോൾ കോൺഗ്രസ്സുകാർ ഇന്നയാൾ തോൽക്കുമെന്ന് പറഞ്ഞാൽ അന്ന് അവർ ജയിച്ചിരിക്കും. ഇത് NSS ആണെങ്കിലും SNDP ആണെങ്കിലും ജമാഅത്തെ ആണെങ്കിലും മുസ്ലിം സമുദായമാണെങ്കിലും ന്യൂനപക്ഷമാണെങ്കിലും അവരെല്ലാം CPM കൈക്കലാക്കാൻ ശ്രമിക്കുമ്പോൾ അവരെയൊക്കെ കൈക്കലാക്കുന്ന ഒരു രാഷ്ട്രീയം കോൺഗ്രസിന് ഉണ്ടെങ്കിൽ തന്നെയും അവർക്കൊരു നിലപാട് പറയുന്നുണ്ട്. ആ നിലപാട് എന്താണ്? ആ നിലപാടില്ലായ്മ CPI ചൂണ്ടിക്കാണിച്ചിരിക്കുകയാണ്. അത് നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊന്നും പറയുന്നില്ല. PM ശ്രീയും ഇപ്പോൾ CITU സമ്മേളനം വിശാഖപട്ടണത്ത് തുടങ്ങിയില്ലേ? ലേബർ കോഡ് വിഷയം, ലേബർ കോഡ് പിൻവലിക്കണമെന്ന CITU ദേശീയ സമ്മേളനം ആവശ്യപ്പെടുന്നത്, ഹേമലതയുടെ ലേഖനം അതാ വ്യക്തമാക്കുന്നത്. പക്ഷേ ഇവിടെ ലേബർ കോഡ് ഗവൺമെന്റോ CPIയോ അറിയാതെ CPM അതിവിടെ നടപ്പാക്കാൻ ശ്രമിച്ചതിന് ഉദ്യോഗസ്ഥന്മാരെ പഴി പറഞ്ഞു. ആ നിലപാടല്ല LDFന്റെ നിലപാട്, ആ മുഖമല്ല LDFന്റെ നിലപാട് എന്നാണ് CPI പറഞ്ഞത്. ഇത് CPMൽ ഉണ്ടാക്കുന്ന ആന്തരിക പ്രശ്നങ്ങളും LDFൽ ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങളും നമുക്ക് കാത്തിരുന്ന് കാണാം. ഒറ്റ കാര്യമുള്ളൂ, CPI പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുമോ എന്നുള്ളത് നാളത്തെ ഒരു ചോദ്യമാണ്. ശരി, ആ ചോദ്യം ഒരു പ്രധാനപ്പെട്ട ചോദ്യം തന്നെയാണ്. ശ്രീ റെജി ലൂക്കോസ്, ഒരു പരാജയം സംഭവിക്കുമ്പോൾ സ്വയം വിമർശനം നടത്തുക എന്നുള്ളത് പ്രധാനമാണല്ലോ. ശ്രീ റെജി ലൂക്കോസ് കേൾക്കാമല്ലോ. ആ സ്വയം വിമർശനത്തിലേക്ക് എന്തുകൊണ്ടാണ് CPM വരാത്തത്? CPM പുറത്തു പറയുന്ന കാര്യങ്ങൾ, പരാജയം സംഭവിച്ചതിനെക്കുറിച്ച് ഞങ്ങൾ തോറ്റു എന്നുള്ള പ്രതികരണം എവിടെയും വരുന്നില്ല. ഇപ്പോൾ CPI അത് തുറന്നു പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾ വീണുവെങ്കിൽ വീണു എന്ന് തന്നെ പറയുമെന്ന്. അങ്ങനെ ഒരു പറയലിന് തയ്യാറാകുന്നില്ല. അപ്പോൾ ഇവിടെ UDFന് വിജയം ഉണ്ടായിരിക്കുന്നത് UDFും BJPയും ചേർന്നുണ്ടാക്കിയ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഭാഗമായിട്ടാണ് അവർ വിജയിച്ചതെന്നാണ് ആവർത്തിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഭരണവിരുദ്ധ വികാരമാകട്ടെ ഇല്ലേ ഇല്ല. ഇതെന്തുതരം വിലയിരുത്തലാണ് ശ്രീ റെജി ലൂക്കോസ്? അതാണ് നിങ്ങൾക്ക് CPMനെ കുറിച്ചുള്ള വിലയിരുത്തൽ വന്ന പെശകെന്ന് പറയുന്നത്. പാർട്ടി കൃത്യമായ രീതിയിൽ അത് വിശകലനം ചെയ്യിച്ച് അതിൻ്റെ മറുപടി പറഞ്ഞിട്ടുണ്ട്. പാർട്ടി അല്ലെങ്കിൽ LDF സർക്കാർ വിരുദ്ധമായ ഒരു കൊടുങ്കാറ്റിൽ ആടി ഉരിഞ്ഞ് തകർന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ വിലയിരുത്തൽ പറയുന്നതിനൊരു മടിയില്ല. 2010 ഇതുപോലെ നടന്നൊരു പ്രാദേശിക തെരഞ്ഞെടുപ്പ് ഞങ്ങൾ ഇതിനേക്കാൾ താഴോട്ട് പോയി. അന്നത്തെ സംസ്ഥാന സമിതി പുറത്തുവിട്ട ഒരു പ്രസ്താവനയുണ്ട്. അന്ന് എനിക്ക് തോന്നുന്നു ബഹുമാനപ്പെട്ട കോടിയേരി ബാലകൃഷ്ണനാണെന്ന് എനിക്ക് സംശയമുണ്ട്. സബ്ജക്റ്റ് കറക്ഷൻ അത് വായിക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാവും. ഇത്തവണ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഞങ്ങൾക്ക് കുറച്ച് നഷ്ടങ്ങൾ വന്നിട്ടുണ്ട്, അതിൽ യാതൊരു തർക്കമില്ല. അതിനെ ജനാധിപത്യപരമായ രീതിയിൽ സ്വാഗതം ചെയ്തൊരു പാർട്ടിയാണ് CPM എന്ന് പറയുന്നത്. ഇല്ലാത്ത കാര്യങ്ങളുണ്ട്, ഞങ്ങളെ ജനങ്ങളെ മുഴുവൻ കൈവിട്ടു എന്ന് പറഞ്ഞ് അയാഥാർത്ഥ്യമായ കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പറ്റുമോ? ഇന്നും CPMന്റെ അടിത്തറയ്ക്ക് യാതൊരു മാറ്റം വന്നിട്ടില്ല. ചെറിയ രീതിയിലുള്ള തെറ്റുകൾ പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ 2019 2024 ലോക്സഭയിലേക്ക് ഞങ്ങൾക്ക് കിട്ടിയ ഓരോ MPമാരെ മാത്രമാണ്. അത് നിങ്ങൾക്കറിയാമല്ലോ. അന്ന് നിങ്ങളെല്ലാം അന്നും നമ്മളൊക്കെ ഒന്ന് ചർച്ചയിൽ ഇരുന്നിട്ടുണ്ട്. അന്ന് നിങ്ങളൊക്കെ എന്താ പറഞ്ഞത്? CPM ആട്ടിമൂട്ടി തകർന്നു. പക്ഷേ 2021 സംഭവിച്ചെന്താ? ഇത് തന്നെയായിരിക്കും 2026 വരാമെന്ന് ഒരു തർക്കമില്ല കാര്യത്തിൽ. ഞാൻ ചോദിക്കട്ടെ, കൃത്യമായ രീതിയിൽ ജനങ്ങളെ അഡ്രസ്സ് ചെയ്ത് ഇത്രയധികം കരുതലോടെയും വികസന പ്രവർത്തനം നടത്തിയൊരു ഗവൺമെന്റ് കേരളത്തിലില്ല. വിമർശനം ന്യായമായിട്ടും വേണം, ഒരു തർക്കമില്ല കാര്യത്തിൽ. ആ വിമർശനങ്ങളെ ഏറ്റെടുക്കുന്ന ഒരു പാർട്ടി കേരളത്തിൽ CPM അല്ലാതെ വേറെ ആയതാണുള്ളത്. ഇപ്പൊ ഇവിടെ ബഹുമാനപ്പെട്ട കാരശ്ശേരി മാഷ് സന്ദർഭത്തിന് വിരുദ്ധമായിട്ടൊന്നുമില്ല, ഞാൻ അത് എനിക്ക് അദ്ദേഹത്തിന് മറുപടി കൊടുത്തേ പറ്റൂ. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യത്തിനോട് ഞാൻ 100% ചോദിക്കുക. ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്ത് പോയി പറഞ്ഞതിന് തനിയാവർത്തനം കോട്ടയം ജില്ലയിൽ 2 സ്ഥലത്ത് പറഞ്ഞു. 3 മാസത്തിനുള്ളിൽ നടന്ന സംഭവം. ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിനെ ആക്ഷേപിച്ച് അദ്ദേഹം കോട്ടയത്തും രാമപുരത്തും പ്രസംഗിച്ചു. അത് വലിയ രീതിയിൽ ആ വിഭാഗത്തിൽപ്പെട്ട ജനങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അദ്ദേഹം പറയുന്നതിന് മുഴുവനും CPMന്റെ അക്കൗണ്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റുമോ? CPM പറഞ്ഞിട്ടാണ് അങ്ങനെ പറഞ്ഞത്. CPM അങ്ങനെ പറയുമോ? ഒരിക്കലുമില്ല. അപ്പൊ നിങ്ങളുടെ നരേഷൻ എന്താ? CPM അല്ല, ഈ വെള്ളാപ്പള്ളി നടേശൻ പറയുന്ന മുഴുവൻ CPM എഴുതി കൊടുത്തതാണെന്നാണോ? ഒരിക്കലുമല്ല. അദ്ദേഹത്തിന്റെ വിദ്വേഷ പ്രശ്നങ്ങൾക്കെതിരെ നിങ്ങൾ ഗ്രാസ് റൂട്ട് ലെവലിൽ നിന്ന് അന്വേഷിച്ച് നോക്കും. മാധ്യമങ്ങളെ പ്രവർത്തകരെ വിട്ടുകൊണ്ട് ജനങ്ങൾ മുഴുവൻ അദ്ദേഹം പറഞ്ഞതിനോട് എതിരാ. അതിൽ പറയാറില്ലേ? അല്ല, ജനങ്ങളുടെ എതിർപ്പിനെ കുറിച്ചല്ലോ, പിണറായി വിജയൻ എതിർപ്പ് പ്രകടിപ്പിക്കാത്തതിനെ കുറിച്ചാണല്ലോ ചോദ്യം. പിണറായി വിജയൻ 2015 കോഴിക്കോട് മാൻഹാളിൽ ഈ പറയുന്ന നൌഷാദ് 2 അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് വേണ്ടി ജീവൻ പിടിച്ചപ്പോൾ ഇദ്ദേഹം മലപ്പുറത്ത് ഒരു കേരള യാത്ര വെച്ച് പറഞ്ഞ കാര്യം എന്താ അറിയോ? അദ്ദേഹം പറഞ്ഞ വാക്കുകളിലൂടെ കാരശ്ശേരി മാഷ് പറഞ്ഞു. അന്ന് ബഹുമാനപ്പെട്ട പിണറായി വിജയൻ പറഞ്ഞറിയോ? കേരള തൊഗാഡിയാന്നാ വിളിച്ചത്. ആരെന്ത് പറഞ്ഞാലും വിമർശിക്കാൻ തന്നെ. അതാണല്ലോ ചോദ്യവും ശ്രീ റെജി ലൂക്കോസ്. ഏറ്റവും ശക്തമായി പ്രതികരിച്ചിരുന്ന പിണറായി വിജയനെ നമ്മൾ കണ്ടിട്ടുണ്ടെന്നേ. അന്ന് അദ്ദേഹം പാർട്ടി സെക്രട്ടറി ആയിരുന്നു. ഇപ്പോഴെന്താണ് തടസ്സമെന്നാണ് ചോദ്യം. അല്ല, നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് പിണറായി വിജയൻ എന്നൊരു വ്യക്തി ഇന്നൊരു പാർട്ടി സെക്രട്ടറി മാത്രമല്ല, അതായത് ഇന്ന് കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിയാണ്. ആ മുഖ്യമന്ത്രി പറയാവുന്നതിന് പരമാവധി അദ്ദേഹം പറയുന്നുണ്ട്. നിങ്ങൾ നേരത്തെ
അല്ല, അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, നിങ്ങളിപ്പോൾ ഇവിടെ പറയുന്നത് വെള്ളാപ്പള്ളി നടേശനെ അദ്ദേഹത്തിന്റെ കാറിൽ കയറ്റി ഒരു 150 മീറ്റർ അപ്പുറത്ത് ആ വേദിയിലേക്ക് കൊണ്ടുപോയി. അതിലെന്താ ഇത്ര തെറ്റിരിക്കുന്നത്? പ്രായമുള്ളൊരു മനുഷ്യൻ, കേരളത്തിലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആരെല്ലാം കയറ്റിക്കൊണ്ട് പോകുമായിരുന്നു? ഒരു പ്രായം ചെന്ന മനുഷ്യൻ അവരൊന്നിച്ചുകൊണ്ട് ഇറങ്ങി. അതിനെ നിങ്ങൾ ഈ രീതിയിൽ എങ്ങനെയാണ് ഡൈവേർട്ട് ചെയ്യുന്നത്? ഇതൊക്കെ കേരളം അംഗീകരിക്കും. പിണറായി വിജയൻ വ്യക്തിയെക്കുറിച്ച് അറിയാവുന്നവർ അദ്ദേഹം ഏതെങ്കിലും ഒരു മതത്തിനോ ജാതിനോ പ്രീണിപ്പിച്ചുകൊണ്ട് വോട്ട് പിടിക്കുന്ന ആളെന്നൊക്കെ പറഞ്ഞാൽ ആ പറയുന്നവർക്ക് 10 വോട്ട് പോകത്തുള്ളൂ. നിങ്ങൾക്കറിയാമല്ലോ, അതെ വഴിയിലൂടെ നടന്നിങ്ങനെ കഷ്ടപ്പെട്ട് പോകുമ്പോൾ കാറിൽ കയറ്റി. അല്ല, അതൊക്കെ നിങ്ങൾ ഉണ്ടാക്കുന്ന ചിത്രങ്ങൾ. അതേ അവര് ഒരു ഗസ്റ്റ് ഹൗസിൽ ഒന്നിച്ചുണ്ടായിരുന്നു, പലരും ഉണ്ടായിരുന്നു. അദ്ദേഹം പോകുന്ന വഴിക്ക് ജനറൽ സെക്രട്ടറിയാണ്. അതിപ്പോ ഒരു സമ്മേളനത്തിൽ വരുന്ന ആളെ മുഴുവൻ ഓവർലോഡ് ആക്കായിട്ട് ബഹുമാനോട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ കാറെ കയറ്റിക്കൊണ്ടു. നിങ്ങൾക്ക് എന്തോ അങ്ങനെ വ്യാഖ്യാനിക്കാം. ഞാനത് പൂർത്തിരിക്കട്ടെ. അല്ല 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 അതിനൊക്കെ അതല്ലേ മറുപടിയുള്ളൂ. നിങ്ങൾ അതായത് ഞങ്ങളുടെ നാട്ടിലെടുത്ത് പറയും, ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്ത് പറഞ്ഞാലും കുറ്റാന്ന് പറയും. മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ത് ചെയ്താലും കുറ്റപ്പെടുത്തുക എന്നുള്ളത് നിങ്ങളുടെ ഒരു ഹരമാ. അദ്ദേഹം ചെയ്ത പ്രവൃത്തികൾ ഈ നാട്ടില് ഈ 10 വർഷമായിട്ട് ഇവിടെ ഏതെങ്കിലും ഒരു മതവിദ്വേഷപരമായിട്ടുള്ളോ അല്ലെങ്കിൽ ഒരു ജാതിപരമായിട്ടുള്ള ഒരു വിദ്വേഷം ഉണ്ടായിട്ടുണ്ടോ? ഇവിടെ ഒരു മാറാട് ആവർത്തിച്ചിട്ടുണ്ടോ? ഇവിടുത്തെ ജനങ്ങൾക്ക് എത്ര ദുരന്തങ്ങൾ കൈപിടിച്ചു. വെള്ളാപ്പള്ളി പറഞ്ഞൊന്നും ഞാൻ എൻഡോഴ്സ് ചെയ്തില്ല. ആ കാര്യത്തിൽ ബിനോയ് വിശ്വത്തിന് ഞാൻ ബിഗ് സലോട്ട് കൊടുക്കുക. ഇടതുപക്ഷത്തിന്റെ അഭിപ്രായങ്ങൾ പറയാൻ പിന്നെ വെള്ളാപ്പള്ളി ആരും നിയോഗിച്ചിട്ടില്ലെന്ന് പറഞ്ഞാൽ അത് ക്ലാസിക് മറുപടിയാ. അത് ഇടതുപക്ഷത്തിന്റെ മറുപടിയാ. അത് പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിലെ ഞങ്ങളുടെ ഗവൺമെന്റിന്റെ മറുപടിയാ. അതിന് ഞാൻ അദ്ദേഹത്തിന് സല്യൂട്ട് കൊടുക്കുക. ആ കാര്യത്തിൽ ഞാൻ പിന്നെ ബിനോയ് വിശ്വത്തിന് വലിയ രീതിയിലുള്ള സല്യൂട്ട് ഒരിക്കൽ കൂടെ ആവർത്തിക്കുക. കാരണം ഈ മനുഷ്യൻ പോകുന്നിടത്തെല്ലാം പ്രായാധിക്യത്തിന്റെ പേരിൽ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയുന്നില്ല. CPM-നെയും സർക്കാരിന്റെ പേരിൽ നിങ്ങൾ ആ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എങ്ങനെ ചാർത്തുന്നത് ഒട്ടും മനസ്സിലാകുന്നില്ല. പിന്നെ അദ്ദേഹത്തിന് ഒരു സ്ഥാനമുണ്ട്. നോക്കൂ, ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്രമണങ്ങൾ നടക്കുമ്പോഴൊക്കെ ശക്തമായി പ്രതികരിക്കുന്ന പാർട്ടിയാണ് CPM. നമുക്കറിയാമല്ലോ, ഇപ്പോൾ കർണാടകയിൽ അപ്പോൾ അവിടെ ബുൾഡോസർ രാജാണ് എന്ന് പറഞ്ഞ് വളരെ പെട്ടെന്ന് തന്നെ നേതാക്കൾ അവിടെ എത്തുന്നു, അതിൽ ശക്തമായി പ്രതികരിക്കുന്നു. അതിൽ മുഖ്യമന്ത്രി തന്നെ വളരെ പെട്ടെന്ന് ഫേസ്ബുക്കിലൂടെ പ്രതികരിക്കുന്നു. നല്ല കാര്യം, അങ്ങനെയാണ് വേണ്ടത്. CPM-ൽ നിന്ന് അതാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ബുൾഡോസർ രാജ് നടത്തിയില്ല എങ്കിലും നാവ് കൊണ്ട് ബുൾഡോസർ ചലിപ്പിക്കുന്ന വെള്ളാപ്പള്ളിയെ നിയന്ത്രിക്കേണ്ടതേ ഇല്ല. അദ്ദേഹം പ്രായമായ മനുഷ്യരല്ലേ, ഇങ്ങനെ പറഞ്ഞു പോകട്ടെ, വിദ്വേഷം പരത്തി പോകട്ടെ എന്ന രൂപത്തിൽ നിൽക്കുമ്പോൾ രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമില്ല കേട്ടോ. അല്ലല്ല, അതിനകത്ത് രസകരമായ മറുപടി പറയാം. വെള്ളാപ്പള്ളി നടേശന്റെ വായിക്ക് പൂട്ടിടാനായിട്ട് ജനാധിപത്യ ഇന്ത്യയിൽ ആർക്കെങ്കിലും അവകാശമുണ്ട്? എനിക്കറിയത്തില്ല. രാജ്യവിരുദ്ധത പറഞ്ഞിട്ടുണ്ട്. ചിലപ്പം അതിനൊക്കെ വകുപ്പുണ്ട് ഇവിടെ. കേസെടുത്തല്ലോ. 2015 ആരാ പറഞ്ഞ കേസെടുത്തില്ലെന്ന് എപ്പോഴത്തെ കാര്യം പറയുന്ന ഈ പറയുന്ന കോഴിക്കോട് നടന്ന കൃത്യമായ കാര്യങ്ങളാ. അദ്ദേഹത്തിനെതിരെ ഈ മാൻഹോളിൽ നൌഷാദ് ഞങ്ങളുടെ ഉറപ്പാണോ? ഉമ്മൻചാണ്ടി കേസെടുത്തതിനെ കുറിച്ചാണോ പറഞ്ഞത്? ഉമ്മൻചാണ്ടി പറഞ്ഞില്ല. ഞാൻ അദ്ദേഹത്തിനെതിരെ കേസെടുത്തോന്ന് ചോദിച്ചു. ഞാൻ വളരെ മനോഹരമായിട്ട് മറുപടി പറഞ്ഞു. ഉമ്മൻചാണ്ടി സാറാണ് പക്ഷെ പ്രതികരിച്ചത് പിണറായി വിജയനാ. അല്ല, ഞാൻ ചോദിക്കട്ടെ, പിന്നീട് ഈ രീതിയിലുള്ള ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾ? അല്ലല്ല, അത് സ്മൃതി. അതിനാണ് ഞങ്ങൾ പറയുന്നത് ഉത്തരം മുട്ടുമ്പോൾ ഈ രീതിയിലുള്ള വാക്കുകൾ പറയുന്നു പറഞ്ഞത്. ഞാൻ കൃത്യമായ കാര്യത്തിലാണ് പറഞ്ഞത്. കാരശ്ശേരി ഭാഷ പറഞ്ഞത് ഏറ്റുപിടിച്ചുകൊണ്ട് തന്നെ ഞാനും പറഞ്ഞു. എന്താ തർക്കക്കാര്യത്തിൽ ജനം പിന്തള്ളി എന്നാണല്ലോ അങ്ങയുടെ വാക്കിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങ് തന്നെ പറയുന്നു വെള്ളാപ്പള്ളിയുടെ വർഗീയ പ്രസംഗത്തെ ആരും എൻഡോസ് ചെയ്യുന്നില്ല എന്നങ്ങ് പറഞ്ഞല്ലോ. ആ ജനമെടുത്ത നിലപാട് എന്താണ് പിണറായി വിജയൻ എടുക്കാൻ പറ്റാത്തതെന്നാണ് ഞാൻ തുടക്കം മുതലേ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങേക്ക് അതിന് മറുപടിയില്ല. അല്ല, ആ ചോദ്യത്തിന് മറുപടി എത്ര പറഞ്ഞാലും സ്മൃതിക്ക് ഇഷ്ടപ്പെടത്തില്ല. കാരണം CPM-നെ വേണ്ടി ചാർത്താൻ കിട്ടിയ ഒരു ക്ലാസിക് ആയിട്ടുള്ള ചില വാക്കുകളാണ്. ഞാൻ ക്ലാസിക് എന്നുള്ള വാക്ക് ഉദ്ദേശിച്ച് നിങ്ങളുടെ വേർഷനിൽ പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി എന്ത് ചെയ്യണം? അദ്ദേഹത്തിന് നാളെ ഇവിടെ ജയിലിലിടണോ? നിങ്ങൾ പറയൂ. കാണുന്ന വേദികളിലെല്ലാം പോയി വർഗീയത പറയുക. ഞാൻ ചോദിക്കുന്നു, ഒരു വ്യക്തി അല്ല നിസ്സഹായതയുടെ നിങ്ങൾ പറയൂ. അങ്ങനെയാണ് ഒരു കാര്യം. നിങ്ങൾക്ക് ഏതെങ്കിലും കേസ് ഒരു പോലീസ് സ്റ്റേഷൻ കൊണ്ട് കേസ് കൊടുക്കാൻ പറ്റില്ല. ഇദ്ദേഹം വർഗീയത പറയുന്നു. ഇവിടെ ഇരിക്കുന്ന മുസ്ലിം ലീഗിന്റെ എന്റെ പ്രിയപ്പെട്ട സർക്കാരിന്റെ ഉത്തരവാദിത്തം നാട്ടുകാർ ഏറ്റെടുക്കണം. ശരി, അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ഇപ്പോൾ ശ്രീ റെജി ലൂക്കോസ് പറഞ്ഞ പ്രതികരണം കണ്ടല്ലോ. ഇപ്പോൾ
ഉറപ്പായിട്ടും വെള്ളാപ്പള്ളിക്കെതിരെ ഒരു നിലപാടെടുക്കാറുന്നത് ഈഴവ വോട്ട് നഷ്ടപ്പെടുമെന്ന് കരുതിയായിരിക്കും. വോട്ട് ഏത് പാർട്ടിക്കായാലും ഏത് മുന്നണിക്കായാലും പ്രധാനം തന്നെയാണ്. പക്ഷേ വെള്ളാപ്പള്ളിയെ സംരക്ഷിച്ചതുകൊണ്ട് ആ വോട്ട് കിട്ടുന്നില്ല എന്നൊരു യാഥാർത്ഥ്യം കൂടി തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ കാണിച്ചു തരികയാണ്. എന്നിട്ടും എന്തായിരിക്കാം ഈ പിന്തുണയും ഈ സംരക്ഷണവും? അല്ല സ്മൃതി, ഇതിപ്പോ നമ്മൾ കൃത്യമായിട്ട് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം കേരളത്തിലെ CPM ഒരു പുതിയ പൊളിറ്റിക്കൽ പ്ലോട്ട് സെറ്റ് ചെയ്തത്. വെള്ളാപ്പള്ളി നടേശൻ മാത്രം ഒറ്റപ്പെട്ട് എവിടെയോ മാറി നിന്ന് പറയുന്ന വിദ്വേഷവാക്കുകളല്ല. സ്മൃതിക്ക് ഓർമ്മയുണ്ടാവും, ഒരു പൊളിറ്റിക്കൽ പ്ലോട്ട് ഇവർ സെറ്റ് ചെയ്യുന്നു. അത് ഉദ്ഘാടനം ചെയ്യുന്നത് സഖാവ് A. വിജയരാഘവനാണ്. അദ്ദേഹം വയനാട്ടിൽ വോട്ട് ചെയ്ത ഭീകരവാദികൾ, നമ്മളത് ചർച്ച ചെയ്തതാണ്, ഓർമ്മയുണ്ടാവും. ഒരു സ്റ്റേറ്റ്മെന്റ്, രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും വോട്ട് ചെയ്ത് വിജയിപ്പിക്കുന്നത് അവിടുത്തെ തീവ്രവാദികളാണ് എന്ന് പറഞ്ഞു വെക്കുന്നു. തൊട്ട് പിന്നാലെ PV അൻവർ കലാപം കൂടി ഉയർത്തും. അപ്പോൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ ഇന്റർവ്യൂ ഉണ്ടല്ലോ, ദ ഹിന്ദിന് കൊടുത്ത ഡൽഹിയിലെ ഇന്റർവ്യൂ, അതിൽ 2 വരി വരുന്നുണ്ട്: സ്വർണം കടത്തുന്നു, പിന്നെ കള്ളപ്പണം സമ്പാദിക്കുന്നു, അത് തീവ്രവാദ ഭീകര പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കും. പിന്നീട് മുഖ്യമന്ത്രി തള്ളി പറഞ്ഞു. പക്ഷേ ആ 2 വരി കേരള മുഖ്യമന്ത്രി കൊടുത്ത അഭിമുഖത്തിൽ എവിടെ നിന്ന് വന്നു എന്ന് നമുക്ക് അന്നും അറിയില്ല, ഇന്നും അറിയില്ല. ആ ക്യാമ്പയിനാണ് കുറെ കൂടി ശക്തമായി ഇദ്ദേഹത്തിന്റെ വിദ്വേഷ പ്രസംഗങ്ങളിലൂടെ വെള്ളാപ്പള്ളി നടേശൻ ഏറ്റെടുക്കുന്നത്, മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് വരെ ഒരു ഭാഗത്ത് വിജയരാഘവൻ, മറുഭാഗത്ത് പിണറായി വിജയൻ, വേറെ ഭാഗത്ത് ഈ പറയുന്ന വെള്ളാപ്പള്ളി നടേശൻ, ഇവരൊക്കെ ഒരേ വാഹനത്തിൽ സഞ്ചരിച്ച് ഒരേ ക്യാമ്പയിൻ മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. അതുകൊണ്ട് റെജി ലൂക്കോസും CPI ഒന്നും തള്ളിപ്പറയുന്ന അത്ര വേഗത്തിൽ പിണറായി വിജയന് ഈ പറയുന്ന അദ്ദേഹത്തെ തള്ളിക്കളയാൻ കഴിയില്ല. അവർ തമ്മിൽ ഒരു ഹൃദയബന്ധവും ഒരു അടുപ്പമൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. അവർ ഇനിയും തൽക്കാലം കുറച്ച് നാളത്തേക്ക് ഇത് തന്നെ പറഞ്ഞ് മുന്നോട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. കൂട്ടത്തിൽ ബാംഗ്ലൂരിലൊക്കെ പോയി ബുൾഡോസർ രാജിനെതിരെയൊക്കെ വർത്താനം പറഞ്ഞ് ഒരു കാലമല്ലേ ന്യൂനപക്ഷങ്ങളുടെ വോട്ട് ബാങ്കിലേക്ക് കൂടി എടുത്തു വെച്ച് വെള്ളാപ്പള്ളി മുന്നോട്ട് തുഴയുന്ന ആ തോണിയിൽ ഇങ്ങനെ സഞ്ചരിക്കാനാണ് പിണറായി വിജയൻ തീരുമാനിച്ചിട്ടുള്ളത് എന്നതുകൊണ്ടാണ് ഇവർക്ക് ഈ വിചിത്രമായ നിലപാടുകളൊക്കെ. ഒരൊറ്റ കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ സ്മൃതി, ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ ഈ കാറിൽ കയറി പോയ കാര്യം പറഞ്ഞല്ലോ, ഈ കാറിൽ കയറി പോകുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിലേക്കാണ്. ഇനി ആഗോള അയ്യപ്പ സംഗമത്തിൽ ഈ 2 പേരും കൂടി ചെന്ന് ഇറങ്ങുമ്പോഴോ അവിടെ ഒരാളുടെ സന്ദേശം നിങ്ങൾ വലിയ കാര്യമായിട്ട് വായിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ പേര് യോഗി ആദിത്യനാഥ് എന്നാണ്. അദ്ദേഹത്തെ ഇന്ത്യൻ രാഷ്ട്രീയം വിളിക്കുന്നത് ബുൾഡോസർ ബാബ എന്നാണ്. അത് നടക്കുന്നത് ഈ കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലാണ്. അതേ സെപ്റ്റംബറിലാണ് ഉത്തർപ്രദേശിൽ ഐലോ മുഹമ്മദ് ക്യാമ്പയിന്റെ പേരിൽ ഇതേ യോഗി ആദിത്യനാഥ് ആയിരക്കണക്കിന് മനുഷ്യന്റെ വീടിടിച്ച് നിരത്തിയത്. എന്നുകൂടി ചേർത്ത് വെക്കുമ്പോഴാണ് ആ പ്ലോട്ട് പൂർണ്ണമാവുക. അതിൽ വെള്ളാപ്പള്ളി ഉണ്ട്, അതിൽ യോഗി ഉണ്ട്, അതിൽ വിജയരാഘവൻ ഉണ്ട്. ഈ കൂട്ടുകൃഷി നിങ്ങൾ നിർത്തിക്കളയരുതേ, ഇത് തുടരണമേ എന്നാണ് ഞങ്ങളുടെ ഒരു അഭ്യർത്ഥന. ശരി, ശ്രീകുമാർ, ഇപ്പോൾ പരാജയത്തിന്റെ കാരണങ്ങൾ പറയുമ്പോൾ ഈ ശബരിമല സ്വർണ്ണക്കൊള്ള അങ്ങ് നേരത്തെ പറഞ്ഞൊരു കാര്യമാണ്. ശബരിമല സ്വർണ്ണക്കൊള്ള ഒരു പ്രധാന ഘടകമായി എന്ന് പറയുമ്പോൾ കടകംപള്ളിയെ വീണ്ടും ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുന്നു എന്നുള്ള വിവരമുണ്ട്. അതോടൊപ്പം തന്നെ അടൂർ പ്രകാശിലേക്കും എത്തുന്നു. അടൂർ പ്രകാശിനോടും കാര്യങ്ങൾ ചോദിച്ചറിയാൻ പോകുന്നു. അത് ചോദ്യം ചെയ്യൽ എന്ന രൂപത്തിൽ തന്നെ കാണേണ്ടി വരും. അതിനെങ്ങനെ കാണുന്നു? അപ്പോൾ ഇത് CPM നേതാക്കളിൽ മാത്രം നിൽക്കുമോ? നോക്കൂ ശ്രീമതി സ്മൃതി, ഈ അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യും എന്നും ചോദ്യമുനയിലേക്ക് പ്രകാശ് എന്നൊക്കെ പറയുമ്പോഴേ അതൊക്കെ ഒരു CPMനെ സന്തോഷിപ്പിക്കാനുള്ള ഒരു കാര്യമായിട്ട് ഞാൻ കാണുന്നുള്ളൂ. കാരണം അത് അറിയണം. കാരണം എന്തുകൊണ്ട് സോണിയാഗാന്ധിയെ ഇദ്ദേഹം പോയി കണ്ടു എന്നുള്ളത് ജനങ്ങൾ അറിയണമല്ലോ. അത് അറിയാതിരിക്കരുത്. കാരണം എന്താ വെച്ചാൽ ഈ സ്വർണ്ണക്കൊള്ള വിഷയം ചർച്ച ചെയ്യുമ്പോൾ CPM പ്രതിനിധികൾ ഇപ്പോൾ വിഴുങ്ങി വരുന്ന കമ്മ്യൂണിസ്റ്റ് കൂടിയതിലൊന്ന് ആ ചർച്ചയിൽ 10 തവണ സോണിയാഗാന്ധിയുടെ പേര് പറയാന്നുള്ളതാണ്. സോണിയാഗാന്ധി പറഞ്ഞില്ല. അപ്പോൾ ഈ കേൾക്കുന്നവർക്ക് സോണിയാഗാന്ധിക്ക് ബന്ധമുണ്ടെന്ന് തോന്നും. അപ്പോൾ ആ ഒരു അധ്യായം അവസാനിപ്പിക്കാനായിട്ട് അടൂർ പ്രകാശ് കൃത്യമായിട്ട് അതിൻ്റെ വിവരണം നൽകുന്നത് നല്ലതാണ്. സ്വർണ്ണക്കൊള്ള വേറെ, അതായത് സ്വർണം കട്ടത് ആരാണ് എന്നുള്ള ചോദ്യവും ഈ പോറ്റിയുമായി ബന്ധമുള്ള വിഷയങ്ങൾ വരെ, അതിൽ ഒരുപാട് പേര് വേണമെങ്കിൽ അന്വേഷിക്കേണ്ടി വരും. ഇപ്പോൾ പിണറായി വിജയൻ്റെ മുഖ്യമന്ത്രിയുടെ കൂടെ പോറ്റി എത്തിയത് എങ്ങനെയാണെന്ന് അന്വേഷിക്കേണ്ടി വരും. അപ്പോൾ ആരുടെ മൊഴിയെടുക്കേണ്ടി വരും? അവിടെ ഒന്ന് പോലീസ് ഉദ്യോഗസ്ഥരുടെ മൊഴിയെടുക്കണം. അത് നല്ലതാണ്, ഞാൻ പറഞ്ഞത് നല്ലതാണ്. കാരണം വെച്ചാൽ എല്ലാം ക്ലിയറായിട്ട് വരട്ടെ. ശബരിമലത്തെ സ്വർണ്ണക്കൊള്ള എന്ന് പറയുന്നത് ഇങ്ങനെയൊന്നും മാറ്റിയിട്ട് അതിൻ്റെ അന്വേഷണം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കലല്ല. കാരണം ശബരിമല സ്വർണ്ണക്കൊള്ള അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘമാണ്. ആ അന്വേഷണ സംഘം ഈ ഒരു വിഷയം അന്വേഷിച്ചില്ല എന്ന പരാതി കേൾക്കാനും പാടില്ല നാളെ. പിന്നെ ഒരു കാര്യം കൂടെ, 3 മേഖലാ ജാഥകൾ LDF നടത്താൻ പോകുന്നുണ്ട്. അതിലൊരു ജാഥ നയിക്കുന്നത് ബിനോയ് വിശ്വമാണ്. ആ ജാഥയിൽ അദ്ദേഹം എന്തൊക്കെ പ്രസംഗിക്കും എന്നുകൂടി അറിയാനുള്ള കൗതുകത്തോടെയാണ് കേരളം കാത്തിരിക്കുന്നത്. പക്ഷെ അത് വിജയിക്കാനുള്ള യാത്രയാണല്ലോ. ഡോക്ടർ എം എൻ കാരശ്ശേരി, ഇപ്പോൾ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പാകുമ്പോഴേക്കും കാര്യങ്ങൾ എങ്ങനെ പരിഹരിക്കപ്പെടും, അല്ലെങ്കിൽ പരിഹരിക്കപ്പെടാനുള്ള സാധ്യതകളുണ്ടോ? അങ്ങ് എങ്ങനെയാണ് കരുതുന്നത്? ഇല്ല, ഞാൻ റെജി ലൂക്കോസിനോട് ഒരു ചെറിയ സംശയം എനിക്ക് ചോദിക്കാനുള്ളൂ. വെള്ളാപ്പള്ളി പറഞ്ഞ മാതിരി
ശ്രീ പിണറായി വിജയൻ ഭക്തനാണ് എന്ന് അദ്ദേഹം വിചാരിക്കുന്നുണ്ടോ? അതൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണല്ലോ. അപ്പോ ഈ പോക്ക് പോയാൽ വെള്ളാപ്പള്ളിയെ തള്ളിക്കളയാൻ പിണറായി വിജയന് സാധിക്കുകയില്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ഇവിടെ തീർച്ചയായിട്ടും BJPക്ക് വേണ്ടി സംസാരിക്കുന്ന വെള്ളാപ്പള്ളിയെ കൂടെ കൂട്ടിയാൽ ഈ പരിക്കുകളൊന്നും തീർക്കാൻ പോകുന്നില്ല. മാത്രമല്ല തെറ്റുപറ്റി എന്നല്ല, തെറ്റുപറ്റിയിട്ടില്ല എന്നാണ് CPMന്റെ വിലയിരുത്തല്. ആ വിലയിരുത്തല് ഒട്ടും യാഥാർത്ഥ്യബോധം ഇല്ലാത്തതാണ് എന്നാണ് എന്റെ നിരീക്ഷണം. ശരി, വളരെ നന്ദി ഡോക്ടർ എം എൻ കാരശ്ശേരി, അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ശ്രീ റെജി ലൂക്കോസ്, ശ്രീ N ശ്രീകുമാർ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.